ഈശ്വര വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ലവനായ ഈശോയെ, ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിലെ അടുത്തും അകലെയും വിദൂരസ്ഥമായി ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവവേദങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷികളാക്കി മാറ്റണമേ. സന്തോഷത്തോടെ ഇരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ കൃപാഭിഷേക ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്തവർക്ക് ഇതൊരു ബ്രഷപ്പിനുള്ള സമയമാണ്. ബൈബിളിൽ ഉള്ള പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ് ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ്, ഊതി കത്തിക്കുക. അപ്പം നേരെ ചാരം മൂടി പോയിട്ടുള്ള കനലുണ്ടെങ്കിൽ അതിനെ പ്രാർത്ഥന കൊണ്ട്, വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട് നമുക്ക് ഊതിക്കത്തിച്ച് പഴയ തീയിലേക്ക്, ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയിലേക്ക് കടന്നു വരാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമോഥെയോസ് ചാപ്റ്റർ 1 വെർസിക്കിൾ 6, 6-ാമത്തെ വചനം. എൻ്റെ കൈവെപ്പിലൂടെ, ഏറ്റു പറഞ്ഞ്, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. അപ്പൊ ദൈവിക വരത്തിൻ്റെ പ്രത്യേകത, നമുക്ക് ഏത് ധ്യാനത്തിൽ കിട്ടിയാലും, എവിടെ നടന്ന ധ്യാനത്തിൽ കിട്ടിയാലും, ഏത് കാലത്ത് കിട്ടിയാലും ഇപ്പോഴും നിനക്ക് അത് ഊതിക്കത്തിക്കാൻ പറ്റും. ഇപ്പോഴും നിനക്ക് അതിനെ അനുസ്മരിച്ചുകൊണ്ട് അനുതാപത്തോടെ പ്രാർത്ഥിച്ച്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് നിനക്കതിനെ ഊതിക്കത്തിച്ച് നിൻ്റെ ആധ്യാത്മിക ജീവിതം മുഴുവനും കൃപാപൂർണമാക്കാൻ പറ്റും. കൃപ എന്ന് പറയുന്നത് സൂര്യനും വെയിലും തമ്മിലുള്ള വ്യത്യാസമാണ്. സൂര്യനിൽ നിന്ന് നമുക്ക് വരുമ്പോൾ ഒരേ സമയത്ത് വെളിച്ചവും വരുന്നുണ്ട്, അതേ സമയത്ത് ചൂടും വരുന്നുണ്ട്. ഒരേ രശ്മിയിലൂടെയാണ് ചൂടും വരുന്നത്, ഒരേ രശ്മിയിലൂടെയാണ് വെളിച്ചവും വരുന്നത്. അത് അപൂർവമായ ഒരു ഗ്രഹമാണ് സൂര്യൻ. മറ്റ് ഗ്രഹങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഒരു കഴിവാണ്. ഒരേ രശ്മി കൊണ്ട് 2 in 1 പ്രകാശവും തരുന്നു, ചൂടും തരുന്നു. അതിന്ന് സൂര്യൻ്റെ തന്നെ, സൂര്യനിൽ എന്തോ ഉള്ളത് അതിൻ്റെ തന്നെ അംശമായിട്ടാണ് നമ്മളിലേക്ക് അത് നമ്മൾ ചൂടായിട്ടും വെളിച്ചമായിട്ടും ഒക്കെ അനുഭവിക്കുന്നത്. അച്ഛൻ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞ് കൃപയെ ഏതാണ്ട് ഇതുപോലെയാണ്. കറണ്ട് ആണ് കൃപ. കറണ്ട് കൈനറ്റിക് എനർജി ആയിട്ട് ഫാനായി കറങ്ങുമ്പോൾ കാറ്റായി നമുക്ക് അനുഭവപ്പെടുന്നത് കാറ്റ് അനുഗ്രഹമാണ്. കാറ്റ് അനുഗ്രഹം, കറണ്ട് കൃപ. കാറ്റ് വെളിച്ചം അനുഗ്രഹം, കറണ്ട് കൃപ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കറണ്ട് ഉണ്ടെങ്കിൽ കാറ്റും ഉണ്ടാകും, വെളിച്ചവും ഉണ്ടാകും. കൃപയുണ്ടെങ്കിൽ എല്ലാത്തരം അനുഗ്രഹവും ഉണ്ടാകും. കൈ അടിച്ച് കർത്താവിനെ തുടരുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കൃപയ്ക്ക് ദൈവത്തിൻ്റെ വചനത്തിലെ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയണത്. കൃപ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കിട്ടുന്ന ബ്ലെസ്സിങ്സ് ഇല്ലേ, IELTS പാസ്സായി, വീട് വെച്ചു, ട്രാൻസ്ഫർ ശരിയായി, വഴി കിട്ടി, ഭാഗോടമ്പടി നടന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങൾ, ഫിസിക്കൽ ഫേവേഴ്സ്, അതാണ് ബ്ലെസ്സിങ്സ്.
ഈ ബ്ലെസ്സിങ്സ് കൃപയുടെ ഇഫക്റ്റാണ്. നമ്മൾ ഇത്രയും നാൾ ബ്ലെസ്സിങ്സാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ വളരെ പ്രിസൈസായിട്ട് കൃപ തന്നെ ദൈവത്തോട് ചോദിക്കുകയാണ്. എന്താണ് കൃപയെന്ന് വചനം പറയുന്നുണ്ട്. 2 കൊറിന്ത്യൻസ് 12:10. 2 കൊറിന്ത്യൻസ് 12:10. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് എൻ്റെ കൃപ മതി. നിനക്ക് എൻ്റെ കൃപ മതി. അടുത്ത വാക്ക് എന്താ? എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പൗലോസ് അപ്പോസ്തലൻ അനുഗ്രഹത്തിന് വേണ്ടി ചോദിച്ചതാ. പൗലോസ് അപ്പോസ്തലൻ അനുഗ്രഹത്തിന് വേണ്ടി, ബ്ലെസ്സിങ്സിന് വേണ്ടി ചോദിച്ചു. അതിൻ്റെ മുകളിലുള്ള വായിച്ച് 12:9 വായിച്ച്. 2 കൊറിന്ത്യൻസ് 12:9. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിലൊരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ. Praise the Lord. Hallelujah. പൗലോസിൻ്റെ ജീവചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മുള്ള് അദ്ദേഹത്തിൻ്റെ ഉദരത്തിൽ മുള്ള് പോലെ കുത്തിക്കൊണ്ടിരുന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഗ്യാസ്ട്രിക് അൾസറായിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ ഒരു ശക്തമായ പഠനമുണ്ട്. അൾസറാണല്ലേ ഈ ഉദരത്തിൽ, അൾസർ ഉള്ളവർക്ക് അറിയാൻ പറ്റും. അതിങ്ങനെ സൂചി കൊണ്ട് കുത്തണ പോലെ കുത്തും. കാര്യം എന്താണ്? അഡ്രിനൽ ഗ്ലാൻഡ്സിൽ നിന്ന് കൃത്യമായിട്ട് അഡ്രിനാലിൻ വന്ന് കുടലെ വീഴുമ്പോൾ അതിനകത്തുള്ള കവറിങ് മാറിക്കൊടുക്കുകയും അവിടെ കുടൽ ബൾജ് ചെയ്യുകയും ചെയ്യും. അതാണ് സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. പിന്നെ നാക്ക് പിടിക്കുമ്പോൾ പോക്കാനും മലത്തിച്ചോര, അങ്ങനെ ആ സാധനം അങ്ങനെ വർക്കൗട്ട് ചെയ്ത് പോകും. സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം കുറേ വെള്ളമെങ്കിലും വലിച്ച് കയറ്റില്ലെങ്കിൽ അൾസർ കിട്ടും. പൗലോസിന് കല്യാണം കഴിച്ച് മക്കളില്ല, കല്യാണം കഴിച്ചിട്ടില്ല, മക്കളും ഇല്ല, സമയത്ത് ആഹാരം കൊടുക്കാൻ ആരുമില്ല. ഇങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്ത് ചുറ്റി നടന്ന് ഭ്രാന്ത് പിടിച്ച് അവസാനം അൾസർ പിടിച്ച്. അപ്പം എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അൾസർ പിടിച്ചാലും കുഴപ്പമാണ്. പിന്നെ ആഹാരം കിട്ടുന്ന സമയത്താണെങ്കിൽ ആഹാരം ചെല്ലുമ്പോൾ തന്നെ വേദനിക്കാൻ തുടങ്ങും, വയറ് വന്ന് തട്ടി വീർക്കും, പിന്നെ ശ്വാസം കിട്ടത്തില്ല, ഉറക്കം വരത്തില്ല. കുറേ ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് എന്നെ ശല്യപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ, അതാണ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് സമാധാനം തരണില്ല. അപ്പോൾ ഈ പിശാചിൻ്റെ ദൂതൻ എന്നെ വിട്ടുപോകാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചെന്നാണ്. അത് അതിൻ്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി, അൾസർ സുഖപ്പെടാൻ വേണ്ടി, ദാറ്റ് മീൻസ് ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി തനി പൗലോസ് കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് ആദ്യത്തെ പ്രാവശ്യം മിണ്ടിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം മിണ്ടിയില്ല, മൂന്നാമത്തെ പ്രാവശ്യം മിണ്ടി. പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ സംഭവിക്കാം. ഒരു വിഷയം നമ്മൾ ചോദിക്കുമ്പോൾ ഉടനെ മറുപടി കിട്ടുന്നില്ല, വീണ്ടും നമ്മൾ ചോദിക്കുന്നു, നമുക്ക് രണ്ടാമത് മറുപടി കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നതായിരിക്കത്തില്ല ദൈവം തരാൻ പോണത്, ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കും നിനക്ക് തരാൻ പോണത്. കൈ അടിച്ച് കർത്താൻ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നികുമായിട്ട് അപേക്ഷിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ ശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ ദിക്കുവാണ്ട് അപേക്ഷിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് പ്രിയ വധുവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ,
ഞങ്ങൾ ദൈവ സ്നേഹബന്ധ പൂർണ്ണവിടെ വർദ്ധിക്കുവാൻ നിന്റെ ഒരുപാട് അപേക്ഷിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 കൃപ മതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോൾ ഇത് മുഴുവൻ ബ്ലെസ്സിങ്സിന് വേണ്ടി രോഗസൗഖ്യത്തിൻ്റെ ബ്ലെസ്സിങ്സാണ്, ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ബ്ലെസ്സിങ്സാണ്. ഗ്യാസ്ട്രിക് അൾസർ സൗഖ്യമാകാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ 1-ാം പ്രാവശ്യം കേട്ടില്ല, 2-ാം പ്രാവശ്യം കേട്ടില്ല, 3-ാം പ്രാവശ്യം ഈശോ സംസാരിച്ചു. എന്താ പറഞ്ഞത്? നിനക്ക് മൈ ഗ്രേസ്, നിനക്ക് എൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. വാക്ക് ബൈബിളിലെ വാക്ക് പരിശുദ്ധാത്മാവിൻ്റെ വാക്ക്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ആ സഫിഷ്യൻ്റ് എന്നുള്ള വാക്ക് മാത്രം മതി. എന്ന് വെച്ചാൽ മതിയായതാണെന്ന്. നിനക്ക് അൾസറിനായാലും ശരി, നിൻ്റെ കുടുംബജീവിതത്തിലെ സമയത്ത് ഭക്ഷണം കിട്ടാത്ത സാഹചര്യമായാലും ശരി, കിട്ടാനുള്ള സംവിധാനമില്ലെങ്കിലും ചെയ്ത് ഇതിനെല്ലാത്തിനും കൂടി ഒരു സിംഗിൾ അനുഗ്രഹം മതി. എന്താണ്? സിംഗിൾ കൃപ മതി, മൈ ഗ്രേസ് മതി എന്ന്. അത് സഫിഷ്യൻ്റ് ആണെന്ന്. എന്താ ഗ്രേസിനുള്ള പ്രത്യേകത? എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്. എന്താണ്? എന്തെന്നാൽ ഒന്ന് പറഞ്ഞേ. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. കാര്യം ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് വരണത്, ദൈവത്തിൽ നിന്ന് എമിറ്റ് ചെയ്യണത് ശക്തിയാണ്. ഈശോനെ കുറിച്ചും പറയണത്, ഈശോ ഒരു വ്യക്തിയാണ്, അതേസമയം തന്നെ ഈശോ ശക്തിയാണ്. ഇപ്പം 1 കൊറിന്ത്യസ് 1:24 കൊറിന്ത്യസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ്. ദൈവത്തിൻ്റെ ജ്ഞാനവും. അപ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് വചനം പറയുകയാണ്. ആരാണ്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? ശക്തിയാണ്. ആരുടെ ശക്തി? ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇനി പരമപിതാവും ശക്തിയാണ്. ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഒരൈസ് കട്ട, അത് കട്ടയായി ഖരമായിരിക്കുന്നു, അത് ദ്രാവകമായി വെള്ളത്തേക്ക് താഴേക്ക് തുള്ളി കുത്തി വീഴുന്നു, അത് വാതകമായി പറന്നു പോകുന്നതും H2O, ഖരമായി ഇരിക്കുന്നതും H2O, തുള്ളി കുത്തി വീഴുന്നതും H2O, എല്ലാം വാട്ടറാണ്. സത്തയിൽ ഏകമാണ്, വ്യക്തിത്വത്തിൽ 3ആണ്. കൈ അടിച്ചു കടത്താണ്. പിതാവ് സത്തയില്, ദൈവം സത്തയിൽ ഏകമായിരിക്കുമ്പോഴും വ്യക്തിത്വത്തിൽ 3ആയിരിക്കുമ്പോഴും 3ആയിരിക്കുന്ന വ്യക്തികളെല്ലാം ശക്തികളാണ്. പിതാവ് ശക്തിയല്ലേ? ഈശോ പറഞ്ഞല്ലോ, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. മത്തായിയുടെ സുവിശേഷം 26:64. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26 അധ്യായം തിരുവചനം 64. മനുഷ്യപുത്രൻ ഏറ്റു പറഞ്ഞ്, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈശോ. എവിടെയാണ് ഉപവിഷ്ടനാകുന്നത്? പിതാവിൻ്റെ. അതിന് പകരം അവിടെ എന്താ വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ശക്തി. പിതാവ് ആരാണ്? അപ്പം ശക്തിയാണ്. പരിശുദ്ധാത്മാവും ശക്തിയാണ്. അമ്മ ഈ വിഷയം എല്ലാം തരണം ചെയ്ത് ഒറ്റ ചോദ്യത്തിലാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എനിക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായ സാധ്യതയുള്ളൊരു വാക്കാണത്. അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് 16 വയസ്സേ ഉള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല, മനസ്സമ്മതം നടന്നതേ ഉള്ളൂ, കന്യക ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും തൻ്റെ ഇഷ്ടത്തിനല്ലാതെ
കാര്യങ്ങളെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ കല്യാണം കഴിക്കാതെ തന്നെ പ്രഗ്നൻ്റ് ആകുമെന്നും പറഞ്ഞ് മറ്റൊരു സന്ദേശം, ദൈവിക സന്ദേശം വരുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു യഹൂദ ഭാര്യ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഹൗ കാൻ ഐ വിസ്റ്റാൻഡ്, ഹൗ കാൻ ഐ കൺഫ്രണ്ട്, ഞാനെങ്ങനെ ഇതിനെ അതിജീവിക്കും, ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ മാലാഖ ഒരു മറുപടി പറയും. എന്താ പറയണത്? ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, ദ പവർ ഓഫ് ദി ഓൾമൈറ്റി. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി. അപ്പോൾ ലുക്കായുടെ സുവിശേഷം 1:35, ലുക്ക 1:35, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും, നിന്നിൽ പ്രവർത്തിക്കും. അപ്പോൾ അപ്പോൾ നിന്നിൽ ഉത്ഭവിക്കുന്നവൻ, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ, അത്യുന്നതൻ ദൈവപുത്രനെന്ന് ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. പിതാവായ ദാവീദിന്റെ സിംഹാസനം ദാവീദിന്റെ സിംഹാസനം അവന് നൽകപ്പെടും. യാക്കോബിന്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. എനിക്ക് സൗഖ്യം വേണം, എനിക്ക് ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് വേണം, എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വേണം, ഫിസിക്കൽ ഫേവേഴ്സ് വേണം. അപ്പോൾ ആദ്യം മിണ്ടിയില്ല, വർത്തമാനം പറഞ്ഞില്ല, മറുപടി പറഞ്ഞില്ല. പിന്നെയും പൗലോസ് ചോദിച്ചു, എനിക്ക് വയ്യ, എനിക്ക് അൾസറാണ്, എനിക്ക് ജീവിക്കാൻ പറ്റണില്ല, എൻ്റെ വയറ് തട്ടി വെറുക്കുന്നു, എനിക്ക് ഉറക്കം വരണില്ല, എനിക്ക് എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് സൗഖ്യം വേണം. അപ്പോഴും മിണ്ടിയില്ല. പിന്നെ സൗഖ്യം. മൂന്നാമത്തെ പ്രാവശ്യം പൗലോസ് പറഞ്ഞു, എനിക്ക് സൗഖ്യം തരാൻ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ല, ഞാൻ വല്ലാത്ത അവസ്ഥയിലായി പോയിരിക്കുന്നു, എന്നെ സഹായിക്കണം. അപ്പോൾ പറഞ്ഞു, നിനക്ക് സൗഖ്യമല്ല തരാൻ പോകുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല തരാൻ പോണത്, നിനക്ക് ദൈവത്തെ തന്നെയാണ് തരാൻ പോണത്, ദൈവത്തിൻ്റെ കൃപയാണ് തരാൻ പോണത്. കൈ അടിച്ച് കർത്താൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും ഓർക്കണം, ഈ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയില്ലേ, കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് കൃപയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ദൈവമേ എത്ര കാലം ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ, നമ്മൾ പ്രാർത്ഥിക്കാത്തവർക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന് കണ്ടില്ലേ? ഇന്ന് കണ്ടായിരുന്നല്ലോ. അതെന്താ കാര്യം? രണ്ട് തരത്തിലുള്ള, അതായത് പ്രകൃതിയിൽ ദൈവവചനം തുടങ്ങുമ്പോൾ തന്നെ ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ആഴത്തിരുമിതി അന്ധകാരം വ്യാപിച്ചിരുന്നു, അന്ധകാരം ജലപ്പരപ്പോട് ദൈവത്തിൻ്റെ ആത്മാവ് ചരിച്ചു, ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടാവട്ടെ, വെളിച്ചമുണ്ടായി. അങ്ങനെ സന്ധ്യ ഉഷസ 1-ാം ദിവസം ദൈവം വെളിച്ചത്തെ അനുഗ്രഹിച്ചു. അതിനുശേഷം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ അനുഗ്രഹിച്ചു, അതുക്കുമ്പ് മൃഗങ്ങളെ അനുഗ്രഹിച്ചു, അതുക്കുമ്പ് മരങ്ങളെ അനുഗ്രഹിച്ചു, മൊത്തം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന് ആവശ്യമായ അനുഗ്രഹം ആദ്യമായി ദൈവം കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അനുഗ്രഹത്തിന് വേണ്ടി കെട്ടിയെടുത്ത് ആദ്യം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഇന്നേറ്റ്. അല്ല, ഈ ഭൂമി പ്രപഞ്ചത്തെ നമ്മൾ ജനിപ്പിക്കുമ്പോൾ തന്നെ ആവശ്യമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ ബുദ്ധിയും ശക്തിയും പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ദൈവം ക്രമീകരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈശോ പറഞ്ഞു, ചോദിക്കൂ നിങ്ങൾ ലഭിക്കും, അന്വേഷിക്കൂ നിങ്ങൾ കണ്ടെത്തും, മുട്ടു നിങ്ങൾ തുറന്നു കിട്ടുമെന്ന് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ ചോദിച്ച് ലുക്ക 7:11 അനുസരിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. കൈ അടിച്ചു കർത്താണ്. ഇങ്ങനെ ചോദിക്കും. ഇപ്പോൾ ലുക്ക 7:11 അനുസരിച്ചുകൊണ്ട് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ട നിങ്ങൾ തുറന്നു കിട്ടും. മകൻ മീൻ ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിന് കൊടുക്കുമോ. മക്കൾക്ക് നല്ലവ നൽകാൻ നിങ്ങളുടെ ദുഷ്ടത നിങ്ങൾക്കറിയാമെങ്കിൽ തൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പം എല്ലാം ചോദ്യത്തിൻ്റെ അവസാനം എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവം ഉദ്ദേശിക്കുന്നത് ചോദിക്കേണ്ട കാര്യം ചോദിക്കും മകളെ എന്ന് പറയും. നീ കുറേ ചോദിച്ച്, ഞാൻ വേളാങ്കണ്ണിയിൽ ഇവിടെ ഈ നമ്മുടെ കൃപാസനത്തിൻ്റെ എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടി ഒരു ദിവസം അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ നിന്നാൽ ഒരു പരിധിവരെ പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷേ ആൾക്കാരുടെ തിരക്ക് കൊണ്ട് നമുക്ക് സമയം കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 ദിവസം കട്ട് ചെയ്ത് പോയി കളയും. പോണ എവിടെയാണ്, ഒരിടത്തും പോകത്തില്ല, അമ്മയടുത്ത് പോയിരിക്കും. അപ്പോൾ 60 കൊന്ത 90 കൊന്തയൊക്കെ ഇരുന്ന് ചെല്ലിച്ചിട്ട് പോരും കേട്ടു.
അങ്ങോട്ട് പോകുമ്പോഴും ചൊല്ലും, ഇങ്ങോട്ട് വരുമ്പോഴും ചൊല്ലും. അപ്പോൾ ഒരു ദിവസം എനിക്ക് മാത്രം പോരല്ല, ഞാൻ ഇവരെയും വിളിച്ചുകൊണ്ട് പോയി. ട്രെയിനിനും ബസ്സിനും ഒക്കെ ആയിട്ട് ഞങ്ങളവിടെ എത്തി. അപ്പോൾ ഇവർ നേരത്തെ എത്തി, ഞാൻ വെളുപ്പിനാണ് എത്തിയത്. ഞാൻ വെളുപ്പിന് എത്തിയ ഉടനെ കുളിച്ച് ഫ്രഷായിട്ട് വേളാങ്കണ്ണി പള്ളിയുടെ തെക്കേ അങ്ങോട്ട് പടിഞ്ഞോട്ടുള്ള വിങ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ഓൾട്ടറുണ്ട്. അവിടെ കുർബാന ചെല്ലാൻ വേണ്ടി, കാരണം ആ ഓൾട്ടറിൽ കുർബാന ചെല്ലാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ കുർബാന ചെല്ലാൻ വേണ്ടി കപ്പേര് സാധനമൊക്കെ എടുത്ത് വെച്ച് തിരുവസ്ത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഈ കക്ഷികളാരും വന്നില്ല. അവരെല്ലാം ഓരോരുത്തർ കുളിച്ച് റെഡിയായിട്ടൊക്കെ വരണ്ടേ. 1 മണിക്കൂർ ഇരുന്ന് ഞാനവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. വന്നവരൊക്കെ വന്ന് എല്ലാവരും കൂടി വരാതെ കുർബാന തുടങ്ങാൻ പറ്റത്തില്ലല്ലോ. ഉറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ രാത്രി ഉറക്കം കിട്ടാഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയത്. ഒരു നീളം പുസ്തകം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഞാൻ എന്നും കാണിക്കണ്ടേ. അപ്പോഴേ ഒരു നീളം, നമ്മുടെ കണക്ക് പുസ്തകമില്ലേ, നീളം കണക്ക് പുസ്തകം, കട്ടി പുസ്തകം ഇറങ്ങി വന്നു. അപ്പോൾ എന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ നീളം പുസ്തകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുസ്തകം ഓരോരുത്തരുടെ പേര് അതിൻ്റെ അകത്ത് ഉള്ളത്. ഓരോ പുസ്തകത്തിൽ ഇപ്പോൾ സിസിലിക്കുട്ടി, ആൽബർട്ട്, അങ്ങനെ കുറേ പേരുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം പ്രശ്നം അതല്ല. ഈ സിസിലിക്കുട്ടി ജനിച്ച കാലം തൊട്ട് ഉള്ള പ്രാർത്ഥനയാണ് ഈ പേജിൽ കിടക്കുന്ന മുഴുവനും. അതായത് ആദ്യം കളിപ്പാട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പെരുന്നാളിന് പോകുമ്പോൾ അമ്മയുടെ കൂടെ പോകുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ അന്നു ചിന്നു എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരികളെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന സംഭവമൊക്കെ ഇവൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനു വേണ്ടി പപ്പായോടും മമ്മിയോടും പറയുന്നു, അത് ഏറ്റില്ലെങ്കിൽ ഈശോനോട് പറയുന്നു. അതിനുശേഷം പള്ളിക്കൂടത്തിൽ ചേരുന്നു. അപ്പോൾ അവിടെ പഠനവും മാർക്കും കോമ്പറ്റീഷനൊക്കെ ആയി. അപ്പോൾ കൂടുതൽ മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരീക്ഷ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിലെത്തി. പിന്നെ ഉപരി പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൻട്രൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൻട്രൻസ് പാസ്സായി. പിന്നെ IELTS വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇതിനുള്ളിൽ നല്ല ചെറുക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം കെട്ടിയെടുത്ത് കാനഡയിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ PR വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ അപ്പനെ അമ്മനെ കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ ആഗസ്റ്റ് മാസത്തിൽ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ ഡെലിവറി ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാര്യം അവിടെയൊക്കെ ജൂലൈയിൽ ആഗസ്റ്റിലും പ്രസവിച്ചില്ലെങ്കിൽ പണിയാണ്. കാര്യം ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടുപോകാതെ പറ്റത്തില്ലല്ലോ. അപ്പം അപ്പനും അമ്മയ്ക്കും അവിടെ വന്നിക്കാൻ പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് ആഗസ്റ്റൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവം അതനുസരിച്ചൊക്കെ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അങ്ങനെയാണ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് പോകണം. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അവിടെ ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇവർക്ക് തന്നെ അവിടെ പെർമനൻറ്റ് ജോബ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വന്ന് മരണം വരെ അത് അവസാനം ലിലിക്കുട്ടിക്ക് 90 വയസ്സായി. ഈ 90 വയസ്സ് ഈ ദൈവ പൈതൽ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ആ ജീവിതത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആകപ്പാടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ചില ഞാൻ ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ പാവപ്പെട്ടവർക്ക് പൈപ്പും ചോടലേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അമ്മ ഇങ്ങനെ പൈപ്പും ചോട്ടി കൊച്ചിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ വീട്ടിൽ വല്ല സ്റ്റൗ എല്ലാം അടപ്പിൽ വെച്ച് അരിവെല്ലാം ഇട്ട് അത് വല്ലതും ബിസിലൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ 2 ബിസിലാകുമ്പോൾ അമ്മ കുഞ്ഞിനെ സ്വപ്പിടുകയും ചെയ്യും, ബിസിലത്ര അടിച്ച് നെണ്ണി നോക്കുകയും ചെയ്യും മനസ്സിലല്ലേ. അപ്പോൾ 4 ബിസിലാകുമ്പോൾ പറയും, മകനെ ഇപ്പം അമ്മ ഒരു 6 അടിച്ചാൽ പിന്നെ കഞ്ഞി കലങ്ങിപ്പോവും, അതുകൊണ്ട് ഇപ്പോൾ വരാം, കുഞ്ഞ് സ്വാപ്പിട്ടുള്ളാൻ പറയും. നമ്മളവിടെ ചെന്ന് 6 അടിക്കാൻ വേണ്ടി കാത്തിരുന്ന് അവസാനം 6 അടിച്ച് സ്റ്റൗ ഇറക്കി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്തിരുന്നപ്പോഴാണ് പിന്നെ കറിയുടെ കറിയുടെ കണ്ട. അങ്ങനെ പിന്നെ പരിപ്പ് നിന്ന് കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ പരിപ്പ് കഴുകിയിട്ടപ്പോൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കാം, പച്ചമുളക് ഉള്ളി അരിഞ്ഞ് വെച്ചേക്കാതെ കൊച്ചവിടെ നിന്ന കാര്യം മറന്നുപോയി. നമ്മളിതെല്ലാം കഴിഞ്ഞ് അടുത്ത അടപ്പിൽ പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് പരിപ്പൊക്കെ വെച്ചിട്ട് അപ്പോൾ അയ്യോ കൊച്ച് നിൽക്കണമല്ലോ എന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ അതുകൊണ്ട് കൊച്ച് സ്വാപ്പിട്ടോട്ട് നിൽക്കുകയാണ്. നമ്മളതല്ല കൊച്ചിനെ പറഞ്ഞിരിക്കണത്. കൊച്ച് വേറെ ഒരിടത്ത് ഇട്ടിട്ടില്ല, ആകപ്പാടെ ഈ 1/2 കിലോ സ്വാപ്പിട്ട് വയറായിട്ട് തിരുമ്മി ആ സ്വാപ്പെല്ലാം വയറേറുണ്ട് കൊച്ചിൻ്റെ. മനുഷ്യൻ്റെ കാര്യം ആകപ്പാട് കൊച്ചിനൊരു അവയവം മാത്രമേ അറിയാൻ പാടുള്ളൂ, വയർ. വേറെ ഒറ്റ അവയവം വേറെ ഒറ്റ അവയവം കൊച്ചിനറിയത്തില്ല. ലില്ലിക്കുട്ടിക്കും അത് തന്നെ 90 വയസ്സായി.
അകപ്പടെ വയറെന്നുള്ള പ്രശ്നമല്ലാതെ കർത്താവിൻ്റെ മുമ്പിൽ സാരം അവതരിപ്പിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ PLTS, നമ്മുടെ വീട്, നമ്മുടെ ഉദ്യോഗം, നമ്മുടെ പ്രൊമോഷൻ, ഈ നമ്മുടെ പെൻഷൻ, നമ്മുടെ ട്രാൻസ്ഫർ, ഈ സാധനമല്ലാതെ വേറെ ഒന്നും. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമുക്ക് പെൻഷൻ കൂട്ടി തരണമെന്ന് തോന്നിപ്പോവും. കർത്താവിന് അറിയാൻ പാടില്ലാത്ത കാരണം കൊണ്ട് കുഴപ്പമാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് വീട് വെക്കാനോ സ്ഥലം മേടിക്കാനോ ഭാഗോടപടി ചെയ്യാനോ മാത്രമാണെന്ന് തോന്നിപ്പോവും. കാര്യം മിസ് ചെയ്ത് പോകും കർത്താവിനെ അന്വേഷിക്കുന്നതിന് പകരം. അതുകൊണ്ടാണ് ഈശോ പറയണത് എപ്പോഴും നമ്മൾ കൂടെ ഭൗതിക കാര്യങ്ങൾ മാത്രം ദൈവത്തിരുസന്നിധി വെച്ചാൽ അത് കൂടെ ചില ആൾക്കാർക്ക് കുഴപ്പം പറയുന്നത് തന്നെ അവർക്ക് എന്തുകൊണ്ടാണ് ഭൗതിക അനുഗ്രഹങ്ങൾ താമസിക്കാനുള്ള കാരണം അവരടിക്കടി കൂടെ ഭൗതിക കാര്യങ്ങൾ മാത്രം ദൈവത്തിരുസന്നിധി വെച്ചാൽ ബ്ലോക്ക് ചെയ്യും. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ ഫ്രണ്ട്സിനെ ചുമ്മാ ഉള്ളവരെല്ലാത്തിനും ആഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഫേസ്ബുക്കുകാർ കമ്പനിക്കാർ ബ്ലോക്ക് ചെയ്ത് കളയും. 1 മാസം കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്ത് തരത്തുള്ളൂ. എന്നാ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് അവർ തിരിച്ചു ചോദിക്കും, ഇത് നിങ്ങളുടെ ഫ്രണ്ടാണോ, എന്ത് വകുപ്പാണ് നിങ്ങളുടെ ഫ്രണ്ടായതെന്നൊക്കെ ചോദിക്കും, കമ്പനിയിൽ നിന്ന് വിളിച്ച് ചോദിക്കും. ഇപ്പം നമ്മൾ ചിലപ്പോൾ ആദ്യകാലം എനിക്ക് കുറേ കളിപ്പോയിട്ട് വരുന്നത് ഇത് 5-6 കൊല്ലത്തിന് മുമ്പ് എടുത്ത കാലത്ത് ഞാൻ ചുമ്മാ പരിചയമുള്ള ആഡ് ചെയ്യും. പക്ഷേ ഒരു ടൈം കഴിയുമ്പോൾ അവർ കട്ട് ചെയ്ത് കളയും. ഇത് പറഞ്ഞ പോലെയാണ് നമുക്ക് സംഭവിക്കുന്നത്. എപ്പോഴും കുട്ടിയെ വീട് ജോലി എന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സാധനം കട്ടാവും. ഈ ആൾക്കാർക്ക് അനുഗ്രഹം താമസിക്കാനുള്ള കാര്യം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നീ ഒരു പണി ചെയ്യും, ഒന്ന് മാറ്റി പിടിക്കാൻ പറയും. മത്തായിയാണ് പറയണത്, ഒന്ന് മാറ്റി പിടിച്ചതെന്ന് പറയും. എന്താ കാര്യം? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന് കൈ അടിച്ചു കർത്താൻ മത്തായി ശ്രീകാരുടെ സുവിശേഷം 6:33. മത്തായി 6:33 ഒന്ന് ഏറ്റു പറഞ്ഞ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക, പ്രാർത്ഥിക്കുക, ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകും. അപ്പൊ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞില്ലെങ്കിലാണ് കുഴപ്പം. തരത്തിലെന്ന് നീ ആദ്യം പോയി പറഞ്ഞ കാര്യം ചെയ്യടാ എന്ന് മാത്രം അപ്പൻ പറയും. അപ്പം അപ്പനോട് പറയും, അപ്പ അങ്ങനെയാണ്, അപ്പൻ ആനയാണ് ഗുനാണെന്നൊക്കെ പറയും. എന്നോ നീ പറഞ്ഞ കാര്യം ചെയ്ത് ആദ്യം. അപ്പോഴവനാ പിന്നെയും പമ്മി വയ്ക്കും. ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ, അപ്പൻ പറഞ്ഞ കാര്യം ചെയ്താൽ ഞാൻ പറഞ്ഞ കാര്യം അപ്പൻ ചെയ്യുമോ, അതൊക്കെ അപ്പം തീരുമാനിക്കാം എന്നാണ് നമ്മുടെ ഭൂമിയിൽ അപ്പന്മാർ പറയണത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മറിച്ച് എന്താണ്, നീ ആദ്യം പോയി ദൈവരാജ്യം അതിന് നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത്. വളരെ മാന്യമായി, സത്യസന്ധമായി, സ്നേഹനിർഭരമായാണ് സ്വർഗീയ അപ്പ സംസാരിക്കണത്. ബാക്കിയുള്ളത് നിനക്ക് ചേർത്ത് നൽകും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ അപ്പനെ വിശ്വാസത്തിലെടുക്കണം. നമ്മൾ അപ്പൻ്റെ കാര്യം അന്വേഷിച്ചതിന് ശേഷം, അപ്പൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, അപ്പൻ്റെ കാര്യം അന്വേഷിച്ച 2 കക്ഷികളെ എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കണത്. ഒരു ചേടത്തി പറഞ്ഞത് എന്താണെന്നറിയാമോ? ചേടത്തി പറഞ്ഞ് ഈശോൻ്റെ വചനങ്ങൾ കേട്ട് ചേടത്തിക്ക് ത്രില്ലടിച്ച്. കർത്താവിൻ്റെ ദൈവവചനത്തിലൊരു സംഭവമുണ്ട്, അത് നമ്മുടെ വൈകാരിക മണ്ഡലവും വിചാരമണ്ഡലവും ഒരുമിച്ച് വസന്തം വിരിക്കും. കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. പരിശുദ്ധാത്മാവിന് നിറവുണ്ടെങ്കിൽ പറയാനും വേണ്ട. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ത്രില്ലടിച്ച് ചേടത്തി പറഞ്ഞ്, ജീസസ് യുവർ മദർ ഇസ് ഗ്രേറ്റ്, നിന്നെ പാലൂട്ടിയ മുലകളും നിന്നെ കിടത്തിയ ഉദരവും സൂപ്പർ. അങ്ങനെ ചേട്ടത്തിൻ്റെ കമൻറ്റ് സൂപ്പർ കമൻറ്റാ. കർത്താവിൻ്റെ വചനം കേട്ട് ത്രില്ലടിച്ചവർ, ജീസസ് യുവർ മദർ ഇസ് ഗ്രേറ്റ്, നിന്നെ പാലൂട്ടിയ മുലകളും നിന്നെ കിടത്തിയ ഉദരവും സൂപ്പർ. കർത്താവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, പായസം കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ട് കർത്താവ് പ്രസംഗം നിർത്തിയച്ചും പറഞ്ഞ്, എൻ്റെ അമ്മയെക്കുറിച്ചല്ലേ പറഞ്ഞത്? എനിക്കറിയാമോ എൻ്റെ അമ്മ ആരാണെന്ന്?
എൻ്റെ അമ്മ. പിന്നെ എൻ്റെ അമ്മയെക്കുറിച്ച് പറയും, ദൈവവചനം കേൾക്കും, ദൈവവചനം കേൾക്കും. എൻ്റെ അമ്മ ദൈവവചനം കേൾക്കും. കേൾക്കുക മാത്രമല്ല, എൻ്റെ അമ്മ ദൈവവചനപ്രകാരം ജീവിക്കും. അതാണ് എൻ്റെ അമ്മ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാണ് എൻ്റെ അമ്മ എന്നറിയാവോ? ദൈവവചനം കേൾക്കുകയും എന്ന് പറഞ്ഞേ, ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ. ഈ ലൂക്കാ 11:27 ഈശോ വീണ്ടും നേരത്തെ ആവർത്തിച്ചിട്ടുണ്ട് ഈ സെയിം കേസിന്. അമ്മയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഈശോ പ്രസംഗം സ്റ്റോപ്പ് ചെയ്യും. അമ്മയെക്കുറിച്ച് ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ അപ്പം സ്റ്റോപ്പ് ചെയ്യും പ്രസംഗം. നേരത്തെ ഒരുത്തൻ പറഞ്ഞ് നേരത്തെ 2 ദിവസം മുമ്പ് അപ്പോസ്തലന്മാർ ആരെ പെട്ടെന്ന് റഷീദ് പറഞ്ഞു, ഈശോ ഒരു ചേടത്തി പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈശോക്ക് അറിയാമല്ലോ ആരാധിക്കണമെന്ന്. അമ്മയെപ്പോലെ തോന്നണ അമ്മയെ. കാര്യം ഈ അപ്പോസ്തലന്മാർ ശരിക്കും അമ്മയെ കണ്ടിട്ടില്ല, കാണാത്ത കക്ഷികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ട് മറവഞ്ഞ പോലെയാണ് പറഞ്ഞത്, ഈശോൻ്റെ അമ്മയെപ്പോലെ തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ചില അപ്പോസ്തലൻ പറഞ്ഞു, അത് തോന്നുകയൊന്നുമില്ല, അമ്മ തന്നെയാണ്. അമ്മ വന്നിട്ട് കുറേ നേരമായി. അമ്മ ഇങ്ങോട്ട് അമ്മ ഭയങ്കര വിനയമാണേ. ഇടിച്ചു കുത്തിക്കയറി വന്നില്ലല്ലോ. ഇവിടെ അന്ധന്മാർ കാണുന്നു, ചികിടന്മാർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു. കർത്താവ് ഒരു തരംഗമായി ചീറിയടിക്കുകയാണ്. അതിനുള്ളിൽ ഇതെല്ലാം അനുഗ്രഹം പ്രയോഗിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ദൈവരാജ്യം സമാപിതമായി സാത്താൻ്റെ മുഖാന്തരം തട്ടിയെറിയപ്പെട്ട് ജനം വിമുക്തരായി വിമോചിതരായി ജനം ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ കൂടെ സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് ഒരു പുതിയ ഈറ അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ അതിൻ്റെ ഒരു ത്രസിപ്പും ആവേശവും സന്തോഷവും ഹല്ലേലൂയയായി ജനമിങ്ങനെ സ്വസ്ത്ര ആലപനത്തിൽ അങ്ങനെ മുഴുകി അമഗ്നമായി ഇങ്ങനെ ഇരിക്കുമ്പോഴും അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് വാങ്ങാൻ വേണ്ടി ആൾ വന്നത് 5-8 മണിക്കൂറായി. ഇങ്ങോട്ട് കയറി വരത്തില്ല. നിങ്ങളീ കാണിക്കുകയും ചെയ്യുന്ന ആളെ പെറ്റത് ഞാനാണെന്നും പറഞ്ഞ് കോളർ കാണിക്കാനും ക്രെഡിറ്റ് വാങ്ങിക്കാനൊന്നും ആൾ റെഡിയല്ല. ജീസസ് മദർ ഈസ് സൂപ്പർ. അവരവിടെ കൂളായിട്ട് നിൽക്കുകയാണ്. അവസാനം ആൾക്കാർ വന്ന് പറഞ്ഞു, അമ്മ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ചോദിച്ചു, അമ്മ വന്നില്ലേ? അമ്മയെ ആൾ ആദ്യം കണ്ടതാണ്. കടലിൻ്റെ അടിയിൽ കൂടി പോണ കടലിൻ്റെ അടിയിൽ കൂടി പോണ മത്സ്യത്തിൻ്റെ വായിരിക്കുന്ന നാണയം കണ്ട ആളാണ്. പിന്നെ അമ്മയെ കാണാതിരിക്കുമോ? അപ്പോൾ അമ്മ വന്നൊക്കെ കണ്ടു. പക്ഷേ എന്നിട്ട് അപ്പോഴും ചോദിച്ചു, അമ്മ വന്നിക്കുമ്പോൾ നിനക്കറിയാവോ ആരാണ് എൻ്റെ അമ്മയെന്ന്? അപ്പോഴും സെയിം തിങ് പറയും. അമ്മയെന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഒറ്റ വാക്ക് 2 പ്രാവശ്യം 2 തരത്തിൽ പറയത്തില്ല. അമ്മയെന്ന് പറഞ്ഞാൽ ഈശോ 2 വാക്ക് 2 തരത്തിൽ പറയത്തില്ല. ഒറ്റ വാക്ക് 1 തരത്തിലേ പറയത്തുള്ളൂ. എന്താണ്? ആരാണ് എൻ്റെ അമ്മ? അപ്പോഴും പറയാം, ദൈവവചനം കേൾക്കുകയും എന്ന് പറഞ്ഞ് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. അന്ന് ചിന്തിച്ച് പറഞ്ഞേ, ദൈവവചനം കേൾക്കുകയും അപ്പം ദൈവവചനം എന്തിനുള്ളതാണ്? കേൾക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബീഡിയൻസിനുള്ളതാണ്. ബൈബിൾ കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരണം എന്ന അർത്ഥം, അല്ല ഹിയറിംഗ് അല്ല. ദൈവവചനം കേൾക്കുക എന്ന് ബൈബിൾ പറഞ്ഞാൽ ഹിയർ എന്ന് പറഞ്ഞാൽ ഒബേ എന്നതിൻ്റെ അർത്ഥം. ദൈവവചനം കേൾക്കുകയും എന്ന് വെച്ചാൽ ദൈവവചനം അനുസരിക്കുകയും. അപ്പം അതുകൊണ്ട് ഉടനെ അത് ഈശോ തിരിച്ചു പറയും, ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മ. ഇത് ലൂക്കാ 8:21 വചനമാണ്. ലൂക്കാ 8:21. ഈ ലൂക്കാ 8:21 വചനം തന്നെയാണല്ലോ ലൂക്കാ 11:27 വായിച്ചത്, അല്ലേ? സെയിം തിങ്ങാ. വചനം 2 ഒന്നാ. അമ്മയെക്കുറിച്ച് 2 പ്രാവശ്യം 2 രീതിയിൽ പറയാൻ ഈശോയ്ക്കില്ല. അമ്മയെക്കുറിച്ച് 2 അല്ല 20 പ്രാവശ്യം പറഞ്ഞാലും ഈശോ ഒന്നേ പറയത്തുള്ളൂ. അമ്മയെക്കുറിച്ച് ഈശോ 20 പ്രാവശ്യം പറഞ്ഞാലും ഈശോ ഒന്നേ പറയത്തുള്ളൂ. എന്താ പറയാൻ പോണത്? ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും പിന്നെന്താ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മ. എനിക്കറിയാവോ, എല്ലാവരും പറയണം അമ്മയെക്കുറിച്ച് വചനത്തിൽ കുറച്ചാണ് പറഞ്ഞിരിക്കണമെന്ന്. അതായത് അമ്മയെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അമ്മയെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
അമ്മ വചനം കൊണ്ട് ബൈബിൾ ഒത്തിരി. ഈ അമ്മ വചനങ്ങളെ മാത്രം കൂട്ടിയിട്ടാൽ അച്ഛൻ ഇന്നലെ പറഞ്ഞ പോലെ വേറൊരു സുവിശേഷം എഴുതാം. അതുകൊണ്ടാണ് ഞാൻ മറിയത്തിൻ്റെ ഈശോമിശിഹായുടെ മാതാവായ മറിയത്തിൻ്റെ സുവിശേഷം ഒന്നും എഴുതിയില്ലേ. അതെന്താ കാര്യം? ബൈബിളിലെ കർത്താവ് ധ്യാനിക്കാൻ തന്ന അമ്മ വചനങ്ങളെല്ലാം കൂടി ചേർത്ത ദൈവം തന്നിരിക്കുക അതാത് കാര്യം നൽകിയിരിക്കുന്ന വെളിപാടുകൾ കുട്ടിയിണക്കിയ അങ്ങനെ എഴുതിയിരിക്കണത്. എന്താ ഇപ്പോൾ പറയണത്? ആരാണ് എൻ്റെ അമ്മ? എന്താ? ലുക്ക 8:21, 11:27. എന്താ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മ. ഇത് തന്നെ മത്തായി ശ്ലീഹ പറഞ്ഞിട്ടുണ്ടല്ലോ. മത്തായി ശ്ലീഹ പറഞ്ഞിട്ടില്ലേ? അവിടെ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പം അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യം വേറൊരു രീതി മത്തായി ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അമ്മ വചനമല്ലേ? മത്തായി ശ്ലീഹ എന്താ പറഞ്ഞത്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ആരുടെ തുല്യരാണെന്ന് ഞാൻ പറയാം. ലുക്ക പറയും അത് അമ്മയോട് തുല്യമാണെന്ന്, മത്തായി പറയും അത് പാറയോട് തുല്യമാണെന്ന്. അപ്പം അമ്മ പാറയാണെന്നായി പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ അർത്ഥം. സുവിശേഷം തിരിച്ചും മറിച്ചും വായിക്കുമ്പോൾ അമ്മ പാറയാണെന്ന് വരും. പാറമേൽ പള്ളി പണിയുമെന്ന് അർത്ഥം. അത് തന്നെയാണ് മനുഷ്യാവതാരം. കൈ അടിച്ച് കർത്താവിനെ സുടലില്ല. മത്തായി 7:24. മത്തായി ശ്ലീഹ എന്താ പറഞ്ഞത്? ദൈവവചനം കേൾക്കുകയോ എന്നിട്ട് പറഞ്ഞേ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. കാറ്റടിച്ചു മഴ പെയ്തു, അതാ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണില്ല, അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഓരോ മകളുടെ മേലും കർത്താവിന്റെ ശക്തി കേട്ടെ അടുപ്പിനെ പോലെ വൈകാക്കാലം പോലെ ദൈവത്തിന്റെ കൃപ ചൊല്ലട്ടെ. ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ 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 മത്തായി ശ്ലീഹയുടെ സുവിശേഷമാണ് ഇപ്പോഴും നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 7-ാം അധ്യായം 24-ാം വാക്യം. ആ 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണെന്ന്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ അമ്മ ഭയങ്കര ബുദ്ധിയുള്ള ആളാണെന്ന്. എന്താ കാര്യം എന്നറിയാമോ? അതായത് നമ്മളുടെ ബുദ്ധിയും ശക്തിയും കണക്ക് കൂട്ടലും ദൈവത്തിൻ്റെ ബുദ്ധിയിലേക്ക് ടാഗ് ചെയ്യും നമ്മൾ. ഇപ്പോൾ ടാഗ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ദൈവത്തിൻ്റെ ബുദ്ധിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളുടെ ബുദ്ധിയല്ല വർക്ക് ചെയ്യണത്, ആളുതായിരിക്കും ദൈവത്തിൻ്റെ ബുദ്ധിയായിരിക്കും വർക്ക് ചെയ്യണത്. എൻ്റെ മക്കളെ എല്ലാം അങ്ങനെയാണ്. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, ജോലി, കേസ്, തർക്കം, കടങ്ങൾ, വഴിയില്ല, വെളിച്ചമില്ല, ആൾക്കാർ ഒപ്പിടുന്നില്ല, അതുകൊണ്ട് ഭാഗോട് നടക്കുന്നില്ല, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതെല്ലാം അത് അമ്മയുടെ ബുദ്ധിയിലേക്ക് നമ്മൾ ലൂപ്പ് ചെയ്യും. ഇപ്പം എന്താ പറയണത്? അമ്മയെപ്പോലെ ബുദ്ധിയുള്ളവർ ആരില്ലെന്നല്ലേ പറയണത്. ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താ? ഇപ്പം ലുക്ക 8 മത്തായി 7:24 ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ തന്നെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യൻ. അതാരാണ്? അത് ലുക്ക 8:21 ലുക്ക 11:27 ആരാണത്? ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാൾ.
ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ, എന്ന് ലൂക്ക പറയുമ്പോൾ, മത്തായി പറയും അത് ബുദ്ധിമാനായ മനുഷ്യനാണ്, അത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ബുദ്ധിയിലേക്കാണ് നമ്മുടെ ബുദ്ധി നമ്മൾ ലൂപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അമ്മ വർക്ക് ചെയ്യും, എന്ത് ചെയ്യണമെന്ന് ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പാപികളുടെ സങ്കേതമേ, പാപികളുടെ സങ്കേതമേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, പാപികളുടെ സങ്കേതമേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, സത്യരാജാക്കന്മാരെ, പ്രഭുക്കന്മാരും അവരുടെ സ്ഥാനത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന ജനനേതാക്കന്മാർ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി രാഷ്ട്രത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി. കാറ്റൂതി മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി. എന്താ കാര്യങ്ങൾ സംഭവിക്കണത്? കാറ്റ്, മഴ, വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണീരിൻ്റെ കാലം. ഇപ്പം എന്താ എഴുതിയിരിക്കണേ? ഇപ്പം എന്താ മത്തായി 7:24 എന്താ പറയണത്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ്. എന്തൊക്കെ സംഭവിച്ചു? പാറമേൽ ഭവനം ചെയ്യാതിരുന്നെങ്കിൽ വേറെ ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. മണലിൽ പണി ചെയ്ത മഠേനെന്ന് പറയുന്നുണ്ട് ഈശോ, ഇല്ലേ? അപ്പോൾ പാറമേൽ പണി ചെയ്യുന്നത് ആരാണ്? ദൈവവചനം കേൾക്കണം. അതായത് ഈ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവസുരക്ഷിതത്വമാണ്. ഇപ്പം ദൈവസുരക്ഷിതത്തിൻ്റെ ഫോർമുല എന്താ? ദൈവവചനം കേൾക്കുക, അനുസരിക്കുക, അതനുസരിച്ചിട്ട് ജീവിക്കുക. സേഫാണ് നമ്മൾ, ഒരു കുഴപ്പമില്ല. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മൾ സേഫാണ്. എന്താ കാര്യം? നമ്മൾ പാറമേൽ ഭവനം പണിതിരിക്കുകയാണ്. പിന്നെ എന്ത് പറ്റി? കാറ്റടിച്ചു, മഴ പെയ്തു, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞലച്ചു, അത് വീണു പോയില്ല. കാര്യം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. കാറ്റുണ്ടാകും ചില സമയത്ത്. ഇപ്പം കുറേ ആൾക്കാരുടെ ബിസിനസ് തകർന്നില്ലേ? നോട്ട് റിസഷൻ ഉണ്ടായ സമയത്ത് എത്രയോ നമ്മുടെ പല ആൾക്കാരുടെയും ബിസിനസ് തകർന്നു. ഈ ഗവൺമെൻറ്റിനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ചില ആൾക്കാർ പറഞ്ഞു, എൻ്റെ അച്ഛാ ഒരു കണക്കിന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ആദ്യം എൻ്റെ ബിസിനസ് എല്ലാം ഡള്ളായിരുന്നു, പോയിരിക്കുകയായിരുന്നു, റിട്ടേൺസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം പതുക്കെ കരകയറി വരുന്നുണ്ട്. അമ്മക്ക് നന്ദി എന്ന് പറയും. എന്താ കാര്യം? ഈ നോട്ട് റിസഷനെ പോലെയുള്ള കാറ്റടിച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിഞ്ഞവരുമുണ്ട്, തിരിയാത്തവരുണ്ട്. തിരിഞ്ഞവരെ സംബന്ധിച്ചോളം എന്താ ഗുണം? ഇപ്പം ഞങ്ങൾ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തിന് നിങ്ങൾ ദൈവ തിരുസന്നിധി ഹൈനയെപ്പോലെ ആയിരിക്കണം. ഹൈന എന്ന് പറഞ്ഞ സാധനമാണ് കഴുതപ്പുലി. കഴുതപ്പുലിയുടെ ഗുണം എന്താ? ഈ സാധനം ഒരു ഇരയെ കണ്ട പിന്നെ ഈ സാധനം ഉറങ്ങത്തില്ല, അതിനെ ഫോളോ ചെയ്യും. 6 മാസം കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഈ സാധനം പിടിക്കും. കഴുതപ്പുലിയുടെ ഒരു പ്രത്യേക ഡ്രസ്സ്, എനിക്കത് ഇഷ്ടപ്പെട്ടൊരു സ്വഭാവമാണ്. പ്രാർത്ഥനാ ജീവിതത്തെ കുറേ സഹായിക്കണ ഒരു സിമിലിയാണ്. എന്താ? നമ്മളൊരു സാധനം, ഇപ്പം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. അതായത് കഴിഞ്ഞ ആ മാസം കേരള സാഹിത്യ അക്കാദമി എനിക്ക് 13, 14, 15 16 വർഷത്തെ ഏറ്റവും നല്ല പുസ്തകത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് തന്നു. ചവിട്ടുനാട വിജ്ഞാനകോശം എന്ന് പറയും. 500 പേജുണ്ട് വിജ്ഞാനകോശം, എൻസൈക്ലോപ്പീഡിയയാണ്. ഞാൻ 17 കൊല്ലം കൊണ്ട് റിസർച്ച് ചെയ്ത് എഴുതിയ സാധനമാണ്. ഇത് എഴുതി കഴിഞ്ഞ് ഇത് ശരിക്കും പ്രസിദ്ധീകരിക്കേണ്ട ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. ഇപ്പം ഞാൻ എഴുതി കഴിഞ്ഞ് DTP ആക്കി ബൈൻഡ് ചെയ്തിട്ട് എൻ്റെ കോപ്പി കൊണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ട്, പക്ഷേ ഭാഷയ്ക്ക് ഏറ്റവും അത്യാവശ്യം കാര്യം ഗവൺമെൻറ്റിനല്ല, ഇന്ത്യ ഗവൺമെൻറ്റല്ല ഇനി വിചാരിച്ചാൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ കലാകാരന്മാരെല്ലാവരും മണ്ണടിഞ്ഞു പോയി. ഞാൻ തന്നെ കുഞ്ഞുനാൾ പഠിക്കണ കാലം പോലും ഇതിൻ്റെ ഡേറ്റ കീപ്പ് ചെയ്ത്
ആശാന്മാരൊക്കെ വീട്ടിൽ കൊണ്ട് മേടയിൽ കൊണ്ട് താമസിപ്പിച്ച് അവിടേക്ക് നിന്ന് മാക്സിമം പഴയ രേഖകളെല്ലാം കളക്ട് ചെയ്ത് അതിൻ്റെ സാഹിത്യവും സംഗീതവും അതിൻ്റെ മുദ്രയും അതിൻ്റെ ചമൽക്കാരും എല്ലാം വ്യത്യസ്തമായിട്ട് എക്സ്പേർട്ടുമായിട്ടിരുന്ന് പഠിച്ച് ഒക്കെ ഉണ്ടാക്കിയതാണ്. ഇനി ഇവരാരും ഇതിന് പോകത്തുമില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും നല്ലൊരു സംഭവമാണിത്. അപ്പം അത് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമുക്ക് വേണേൽ പ്രസിദ്ധീകരിക്കാം, പക്ഷേ അപ്പോൾ അതിൻ്റെ വിലയില്ല, സ്വകാര്യ പ്രസിദ്ധീകരണമാകും. അപ്പം ഞാനത് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊടുക്കുമ്പോൾ നമ്മളെന്താ ചെയ്യണേ? 2 കൊല്ലം അതവിടെ ഇരുന്ന്, കാര്യം ബോർഡാണല്ലോ തീരുമാനിക്കണത്. ബോർഡ് ഒരു 1.5 കൊല്ലം 1.5 കൊല്ലം 3 പ്രാവശ്യം ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ എന്താ ചെയ്യണത്? ഇവിടുന്ന് അവിടെ വരെ കൊന്തയിലും. അപ്പോൾ എത്ര കൊന്ത? 22 കൊന്ത. 22 കൊന്ത ചെല്ലുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തെത്തും. ഈ മാംഗോ ട്രീയുടെ റേഡിയോയുടെ പരസ്യം പോലെ 10 പാട്ടകലെ 5 പാട്ടകലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ, ഒരു സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ 18 കൊന്ത അകലെ. ട്രിവാൻഡ്രം എവിടെയാണ്? 22 കൊന്ത അകലെ. അത്രേ ഉള്ളൂ, നമ്മുടെ കണക്കതാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴും ഉറങ്ങണ വരെ ഇരുന്ന് ജവമാല ചൊല്ലും. പക്ഷേ ഈ ജവമാല ചൊല്ലി ഞാൻ 6 പ്രാവശ്യം ട്രിവാൻഡ്രത്ത് പോയി. 6ാമത്തെ പ്രാവശ്യം 1.5 കൊല്ലം കഴിഞ്ഞ ചെന്നപ്പോൾ സാറേ എങ്ങനെയാണ്? അച്ഛാ അത് റിജക്റ്റായെന്ന് പറയും. എന്ന് പറഞ്ഞ് സാറേ എന്താ റിജക്റ്റ് ആകാൻ കാര്യം? അത് എൻസൈക്ലോപീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ഥാപനമുണ്ട്, അവിടെയാണ് എൻസൈക്ലോപീഡിയ പ്രസിദ്ധീകരിക്കേണ്ടത്, ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെന്ന് പറയും. അപ്പോൾ നിങ്ങളോർക്ക് ദൈവമേ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ 6 കൊന്ത ചൊല്ലി, 20 കൊന്ത ചൊല്ലി, ഇങ്ങോട്ട് വന്നപ്പോൾ 20 കൊന്ത ചൊല്ലി, അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ 3000 രൂപ ചിലവ്. അങ്ങനെ ഒരു 1.5 കൊല്ലത്തെ കൊന്ത ഇവിടെ പോയെന്ന് നിങ്ങൾ ചോദിക്കുമോ? ഇല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥന പഠിക്കണം. അതായത് ഞാൻ ആ സാധനം 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മയെടുത്ത് അമ്മ എന്താ റിജക്റ്റ് ചെയ്തത്? അമ്മയ്ക്കറിയാവില്ല, 17 കൊല്ലമായിട്ട് സത്യസന്ധമായ സംഭവമാണല്ല, 17 കൊല്ലമായിട്ട് വർക്ക് ചെയ്യണതല്ലേ. അമ്മയ്ക്ക് നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കാര്യം, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ചുമ്മാ ചൂട്ടുകണ പോലെ അമ്മ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വിഷയം കംപ്ലൈൻറ്റ് ചെയ്യാനും നിന്നില്ല. അതുകൊണ്ട് അവിടുന്ന് കിഴക്കേക്കോട്ടയിലാണ് എൻസൈക്ലോപീഡിയ ഓഫീസ്, അവിടെ കൊണ്ടേ കൊടുത്ത് അവിടെ ഒരു തോമസ് മലയിൽ അങ്ങനത്തെ ഒരു ആളാണ് അവിടെ വന്നിരുന്നത്, പ്രൊഫസറാണ്. അപ്പോൾ പുള്ളിക്ക് ഇത് വായിച്ചു നോക്കിയപ്പോൾ 700 ചിത്രങ്ങൾ, 1750 ശീർഷകങ്ങൾ, വളരെ സയൻറ്റിഫിക്കായിട്ട് എഴുതിയിരിക്കുന്ന ബുക്കാണ്. നല്ല ബുക്കാണ് വെച്ചാൽ ഫാദർ, നല്ല വർക്കാണിത് എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ 3/4 കൊല്ലം ഈ എൻസൈക്ലോപീഡിയ ഓഫീസിൽ പോകും. അതിൻ്റെ പ്രൊവിഷൻ അറിയാം. അവിടുത്തെ ഓഫീസർമാരൊക്കെ നല്ലവരാണ്, നല്ലവണ്ണമാണ് നമ്മളോട് പെരുമാറുകയും ചെയ്യണത്. പക്ഷേ 9 മാസം കഴിയുമ്പോൾ ഇതിനുള്ളിൽ 2 പ്രാവശ്യം വീണ്ടും ട്രിവാൻഡ്രത്ത് പോകും. അപ്പോൾ അപ്പോഴും 22 കൊന്ത, ഇങ്ങോട്ട് 22 കൊന്ത, അങ്ങോട്ട് 22 കൊന്ത, 10-80 കൊന്ത വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, 80 കൊന്ത ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ 1.5 കൊല്ലം കഴിഞ്ഞ് പിന്നെ 3/4 കൊല്ലം കൂടി കഴിയുമ്പോൾ 2.5 കൊല്ലം ആയില്ലേ. 2.5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് റിജക്റ്റായി. 2.5 കൊല്ലം റിജക്റ്റായി കഴിയുമ്പോൾ ഞാൻ സാറ് റിജക്റ്റാകണേ എന്താ? അത് ബോർഡ് പറഞ്ഞിരിക്കുന്നത്, ഫാദർ ഇത് നല്ല ബുക്കാണ്, തിയററ്റിക്കലി ഇറ്റ് ഈസ് കറക്റ്റ്, പക്ഷേ എൻസൈക്ലോപീഡിയ എഴുതുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്, അല്ല സിംഗിൾ പേഴ്സൺ അല്ല. അത് ശരിയാണ്, എനിക്കറിയാം. കൊളംബിയ, ബ്രിട്ടാനിക്കൊക്കെ എൻസൈക്ലോപീഡിയ എഴുതിയിരിക്കുന്ന എല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അതിൻ്റെ അകത്ത് ഓരോ സബ്ജക്റ്റിൻ്റെ എക്സ്പേർട്ടുകളുണ്ട്, അവരാണ് അത് ക്രോഡീകരിക്കേണ്ടത്. അത് പിന്നെ സ്ക്രൂട്ടണി ചെയ്തിട്ടാണ് ഭയങ്കര സയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തിയററ്റിക്കലി ഫാദറിൻ്റെ പുസ്തകം എൻസൈക്ലോപീഡിയ ഇൻസ്റ്റിറ്റ്യൂഷന് ടെക്നിക്കലായിട്ട് പ്രസിദ്ധീകരിക്കാൻ പരിമിതികളുണ്ട്. നല്ല വാക്കൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് വിട്ട്. അപ്പോൾ നമ്മുടെ 2.5 കൊല്ലം പോയില്ലേ. 2.5 കൊല്ലവും 6ഉം 2 8 ദിവസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊന്ത, 2 16 10-200 ജപമാല, 10-200 ജപമാല ഇൻവെസ്റ്റാണ്. പിന്നെയുള്ള മാർഗ്ഗം എന്താ? പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോയി തൃശ്ശൂർ പോവുക, 18 കൊന്ത. തൃശ്ശൂർ എവിടെയാണ്? കേരള സംഗീതനാട അക്കാദമി. കാര്യം നാടകരൂപമായതുകൊണ്ട് പിന്നെ ചെയ്യാനുള്ളത് സംഗീതനാട അക്കാദമിയിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളത്. സംഗീതനാട അക്കാദമിയിൽ 6 മാസം ഇരുന്ന് ഈ സാധനം 6 മാസം ഇരുന്ന് അതിന് 18 പേര് 36 കൊന്ത, 34 72 കൊന്ത ആണ് സംഗീതനാട അക്കാദമിയിൽ. 6 മാസം കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറയാം, ഫാദർ പുസ്തകം നല്ലതാണ്, ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ വി ഹാവ് നോ മണി. സംഭവം ഞങ്ങൾക്ക് കാശില്ല. കാര്യം ഇതിന് 8 ലക്ഷം രൂപ വേണം ഇത് പ്രസിദ്ധീകരിക്കാൻ. ഒരു സിംഗിൾ പേഴ്സൻ്റെ ബുക്കിന് ഇത്രയും കാശ് മുടക്കി പ്രസിദ്ധീകരിച്ചാൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് ബെയർ ചെയ്യാൻ പറ്റത്തില്ല, സോറി എന്ന് പറയും.
സോറി ഫോർ ഇൻകൺവീനിയൻസ്, നല്ല വാക്ക് പറഞ്ഞു വിടും. ഇപ്പോൾ ഈ സായിപ്പിൻ്റെ ഭാഷയ്ക്ക് കുറച്ച് നല്ല ലാളിത്യമുള്ളത് കൊണ്ട് അങ്ങനെ ഡിപ്ലോമാറ്റിക് വാക്കൊക്കെ പറഞ്ഞ് നമ്മുടെ ചുരുട്ടും അവരെ മാന്യമായിട്ട്. ഇപ്പം നമ്മളത് ചുട്ടി മേടിച്ചുകൊണ്ട് പോരും. പിന്നെ എന്താ മാർഗം? ഇപ്പം നമ്മളുടെ 3.5 കൊല്ലം പോയി. പിന്നെ എന്ത്, നേരെ ഇവിടുന്ന് അടുത്ത കൊന്തേഞ്ചിൽ കണ്ണൂരേക്ക് വിടും. കണ്ണൂരാണ് ഫോക്കലോർ അക്കാഡമി ഉള്ളത്, അക്കാഡമി ബസ്. അപ്പോൾ കണ്ണൂരെന്ന് പറയുമ്പോൾ മാവേലിക്ക് കയറിയ 11-12 മണി വരെ ജവമാല ചെല്ലാൻ പറ്റും. 9:30 മാവേലിക്ക് കയറും. അപ്പോൾ ഉറങ്ങണ വരെ ഉടുപ്പ് കഴിച്ച് പാകത്ത് വെച്ച് മുകളിൽ കിടന്ന് ഉറങ്ങണ സമയം വരെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. രാവിലെ 5 മണിക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യും. അവിടെ ഇരുന്ന് കുളിച്ച് ജപിച്ച് 10 മണി വരെ കൊന്തയിലിട്ട് അക്കാഡമിയിൽ കൊണ്ട് കൊടുക്കും. അക്കാഡമിയിൽ ഇതുപോലെ കണ്ണൂർ പോയി വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇവിടും തലകൂരി പോണത് തന്നെ പാടാൻ. ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ് നമ്മൾ കണക്ട് ചെയ്ത് പോണത്. പോയി തിരിച്ചു കഴിയുമ്പോൾ 3 പ്രാവശ്യം കണ്ണൂർ പോയി. അപ്പോൾ 4.5 കൊല്ലമായി. 3 പ്രാവശ്യം കണ്ണൂർ പോയപ്പോൾ അവിടുത്തെ അവസാനം അവിടുത്തെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭരണസമിതി മാറി. പക്ഷേ ഞാൻ വിട്ടില്ല. എന്താ കാര്യം? ഇതാണ് വിഷയം. അതായത് പ്രേയർ ചെയ്യുന്ന വ്യക്തി ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം. എനിക്ക് മാതാവ് എപ്പോഴും പറഞ്ഞു, മകനെ ഇതിനൊരു കൊന്ത മതിരാ, പക്ഷേ അപ്പ നിന്നെക്കൊണ്ട് നീ 100 കൊന്ത ചെല്ലിക്കും, ബാക്കി അപ്പ 99 ബാക്കി അക്കൗണ്ട് മാറ്റിക്കളയും. അത് അന്നാണ് ഞാനിത് പഠിച്ചത്. ഇത് ചെയ്യാൻ വേണ്ടി ഒരു കൊന്ത മതി. ചിലപ്പോൾ അതൊന്നും ഇല്ലാതെ പോലും അമ്മ ചെയ്തു തന്നെന്ന് വരും. ഇപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടും, ഞാൻ അറിഞ്ഞില്ല. എന്നെ എറണാകുളം ദേശാഭിമാനി വിളിച്ചു, ഫാദർ ടി വിയിലൊക്കെ ഫാദറിൻ്റെ പേര് വരുന്നുണ്ടല്ലോ, ഫാദറിനാണല്ലോ അവാർഡ്. ഞാൻ വെച്ചേ ഞങ്ങളാരും കൊടുത്തില്ലല്ലോ, അവാർഡ് വേണ്ടി കൊടുത്തില്ലല്ല എന്ന് പറഞ്ഞ്. ഏത് പുസ്തകം എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു. കള്ളം പറയണം, കളിയാക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ല, സാഹിത്യ അക്കാദമിയിൽ വിജ്ഞാന സാഹിത്യത്തിനുള്ള അവാർഡ് ഫാദറിനാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജോമോളാണത് പണ്ട് കൊടുത്തിരുന്നത്. ഞാൻ അറിഞ്ഞില്ല. പണ്ട് ഞാൻ ചെയ്തിരുന്നത് പറഞ്ഞ് എൻ്റെ കൺസെൻറ്റ് വാങ്ങിച്ച് ജോമോളാണത് പാക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷങ്ങളായത് കൊടുത്തിട്ട് മറന്നുപോയി. പക്ഷേ അതിനാരും പ്രാർത്ഥിച്ചില്ല. അതിന് നമ്മൾക്ക് പ്രാർത്ഥിച്ചില്ല, അതിന് പ്രാർത്ഥിച്ചില്ല. അത് അമ്മ നേരിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. കാര്യം എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് കിടക്കുക. ദൈവം നീതിയും സത്യമുള്ള ആളാണ്. ഇത്തിരി ഒരു വിഷയത്തിൽ ഇത്തിരി ലാഗ് ചെയ്യുമ്പോൾ നിങ്ങൾ പുറകോട്ട് പോകാതിരിക്കാൻ ഞാൻ പറയണത്. നിങ്ങൾ പുറത്തോട്ട് പോകരുത്. ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം. കാറ്റടിച്ചു, മഴ പെയ്തു, അതാ ഭവനത്തുമേൽ ആഞ്ഞലച്ചു, അത് വീണില്ല. ഇങ്ങനെ എത്ര കാറ്റടിച്ചാൽ റിജക്റ്റ് ചെയ്താലും മഴ പെയ്താലും അപ്പോൾ ആഞ്ഞടിച്ചാൽ നമ്മൾ വീഴത്തില്ല. പിന്നെയും കൊന്തയും ചൊല്ലും മുന്നോട്ട്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ട് വന്ന വിഷയം ഇതാണ്. അമ്മ ഗുണങ്ങൾ, പരിശുദ്ധ അമ്മയുടെ ഗുണങ്ങളിൽ ഏറ്റവും വലുതെന്താ? ദൈവവചനം അമ്മ കേൾക്കും. നിങ്ങൾക്കും ഈ കൃപ നിലനിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റും. കൃപ എന്താണെന്ന് അച്ഛൻ ആദ്യമേ പറഞ്ഞു. എന്താ? 2 കൊരിന്ത്യർ 12:10 എന്താണ്? ബലഹീനതയാണ് വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ അവിടുന്ന് എനിക്കൊരു മുള്ളു തന്നിരിക്കുന്നു. പിശാചിൻ്റെ ദൂതൻ എന്നെ വിട്ടുപോകാൻ ഞാൻ കണ്ണീരോടെ 3 പ്രാവശ്യം അപേക്ഷിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്ക് എൻ്റെ കൃപ മതി. മതി എന്ന് വെച്ചാൽ അവിടെയുള്ള സഫിഷ്യൻ്റ് എന്നാണ്. സഫിഷ്യൻ്റ് ആ വാക്ക് ഇംഗ്ലീഷാണ് കുറച്ചുകൂടി മെച്ചം അതിനേക്കാൾ. മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കറക്റ്റ് അർത്ഥം വരണില്ല. അത് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻ്റ്. കാര്യം മനുഷ്യൻ്റെ ഇവിടുത്തെ മെയിൻ പ്രശ്നം, അതായത് വേണ്ടത് വേണ്ട പോലെ ഇല്ലാതെ വരുമ്പോൾ ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഉത്കണ്ഠകളും നിരാശകളും സങ്കടങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിനെ എല്ലാത്തിനെയും ഫില്ല് ചെയ്യാനാണ് സഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. പണ്ട് ഒരു ചേടത്തിയോട് ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കണവന്
ഇനിയും ദാഹിക്കും. കാര്യം ഈ വെള്ളം സഫീഷ്യൻ്റ് അല്ല, മതിയായതല്ല. ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ദാഹിക്കാത്ത സഫീഷ്യൻ്റായിട്ടുള്ള വെള്ളം ഞാൻ തരാം. അതാണ് വ്യത്യാസം വരുന്നത്. ആ ചേടത്തി എന്താ ചെയ്തത്? ചേടത്തി സ്റ്റെപ്പിന് ഔട്ട് പോസ്റ്റൊക്കെ ആയിട്ട് 5 ഭർത്താക്കന്മാരെ യൂസ് ആൻഡ് ത്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓരോ ഭർത്താക്കന്മാരെ സ്വീകരിക്കും, അവരെ ഡിസ്പോസ് ചെയ്യും. ഈ ഡിസ്പോസിബിളൊക്കെ കണ്ടുപിടുത്ത ആ ചേടത്തിയാണ് ഡിസ്പോസിബിളൊക്കെ കണ്ടുപിടിച്ചതെന്ന് തോന്നുന്നു. ഓരോരുത്തരെ സ്വീകരിക്കുക, ഡിസ്പോസ് ചെയ്യുക. അങ്ങനെ ഡിസ്പോസ് ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് കുടുങ്ങി ചേടത്തി. കർത്താവ് ഈ ഈ ഈ ആളെ കാത്ത് ആ കിണറിൻ്റെ ചുവട്ടിയിരിക്കുക. എന്താ കാര്യം? ഈ ആളെപ്പോലുള്ള ജനകോടികളും ജന്മാന്തരങ്ങളുടെ വരാനിരിക്കണം. കാര്യം സഫിഷ്യൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം പണയം വെച്ച് അവസാനം ജീവിതം തകർന്ന ആളാണ്. ആ ആളിനോട് ഈശോ ചോദിച്ച് കുടിക്കാനെത്തിയ വെള്ളം. അപ്പോൾ ഉടനെ അവർ പുരുഷവിരോധിയാണെന്ന് തോന്നുന്നത്. കാര്യം അവരുടെ അനുഭവം കൊണ്ട് അങ്ങനെ വന്നതാണ്. വെള്ളം ചോദിക്കുമ്പോൾ ജാതി ഒരു പറയുക. വെള്ളത്തിന് ദാഹത്തിന് ജാതിയും മതവും ഇല്ലല്ലോ. എന്നിട്ടും അവർ ജാതി പറഞ്ഞ ഉടനെ ഈ നട്ടുച്ച വെയിലത്ത് ജാതി പറയാൻ സാധിക്കണേ എങ്ങനെ? ഇപ്പോൾ എന്ത് സംഭവമായിരിക്കും അത്? കാര്യം ഞാനവിടെ പോയി നിന്നതാ. കർത്താവിൻ്റെ യാക്കോബിൻ്റെ കിണറിൽ ഈ കർത്താവ് പറയണ ഈ മാസത്തെ ഞാൻ അവിടെ പോയി നിന്നതാണ്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം. ഇസ്രായേലിൽ പോയപ്പോൾ എൻ്റെ ഒരു വലിയൊരു ഇഷ്ടമായിരുന്നു കിണറിനെ കാണണമെന്ന്. യാക്കോബിൻ്റെ കിണർ, കർത്താവ് കിണറ്റിനൊക്കെ ചുവട്ടി ഇരുന്നുകൊണ്ട് ചേടത്തിയോട് സംസാരിച്ച കിണറില്ലേ, അത് കാണണമെന്ന്. അയ്യോ, അവിടെ ചെല്ലുമ്പോൾ ഇത് കർത്താവിൻ്റെ സമയം തന്നെ, നട്ടുച്ച 12:30 മണി. ഈയം ഉരുകി വീഴണ പോലെയാണ് അതിൻ്റെ അകത്ത് വെയിൽ. 45 ഡിഗ്രി ചൂട്. നമുക്ക് ഇടക്കുന്നുണ്ടായി അല്ലേ? 45 ഡിഗ്രി പാലക്കാട് ഉണ്ടായിരുന്നു. പിന്നെ മാറി, ദൈവം അനുഗ്രഹിച്ച്. ഇപ്പോൾ 30 നിൽക്കുക, 29 നിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത ടെമ്പറേച്ചർ 29. അപ്പം 45 എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. അത് ഒരു 3-4 മാസമാണ് 45 നിൽക്കണത്. ആ 45 ഡിഗ്രി ചൂടിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പരവേശം കൊണ്ട് ചേടത്തിയോട് വെള്ളം ചോദിക്കണത്. ഒന്ന് ചിന്തിക്കേ. ഒരു മൃഗമാണെങ്കിൽ പോലും കൊടുക്കും. മൃഗത്തേക്കാൾ കുറഞ്ഞ കക്ഷിയാണെന്ന് തോന്നണം. കാര്യം ഈ മൃഗങ്ങളൊക്കെ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ സുന്ദരമായൊരു ഇതുണ്ടായി, എനിക്കിഷ്ടപ്പെടാൻ. ഒരു കരടിയാണ്. കരടി ഇങ്ങനെ കറങ്ങുന്നപ്പോഴുണ്ട് തോട്ടിൽ ഒരു കാക്ക ഇങ്ങനെ ചിറക് നനഞ്ഞ് പിടഞ്ഞ് കിടക്കണം. അപ്പോൾ ഉടനെ ഫേസ്ബുക്കുകാരൻ ഈ കരടിയെ കാണിക്കുന്നുണ്ട്. കരടി പതുക്കെ വന്നിട്ട്, ഇപ്പം അത് താഴെയാണ് തോട്, അതിൻ്റെ കരക്ക് നിന്നിട്ട് കരടി ഈ അവിടെ കിടന്ന് ചാകാൻ പോണ കാക്കയെ കമ്മിയെടുത്ത്, കാട്ടിൽ നടക്കുന്ന സംഭവമാണ്, അല്ല വീട്ടിലെ വളർത്ത് കടിയൊന്നുമില്ല. അപ്പം നമ്മളൊക്കെ ഇതിനെ തിന്നാൻ പോണേ, മൃഗമല്ലേ, എന്ത് കാണിക്കുക, നമുക്ക് വിഷമം തോന്നും. ഒന്നാമത്തെ കാക്ക ചാകാൻ കിടക്കണം. അതിനെ കമ്മിയെടുത്തിട്ട് പിന്നത്തെ കാഴ്ച ഹൃദയഭേദകമാണ്. അതിനെ കൊണ്ടുവന്ന് വെയിലത്ത് വെച്ച്, എന്നിട്ട് അപ്പോൾ നമ്മൾ ത്രസിച്ച് പോകും. വെയിലത്ത് വെച്ചിട്ട് ഈ കരടി മാറി നിൽക്കുകയാണ് അപ്പുറത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മൃഗങ്ങൾ വന്ന് ഇതിനെ കൊന്നുകളയാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കുകയാണ്. ഒരു പക്ഷിയുടെ ജീവന് വേണ്ടി ഒരു മൃഗം കാവൽ നിൽക്കണ കാഴ്ച നമ്മുടെ ഈ സലാഫിയുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ കാണുന്നു, ദൈവമേ, ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കുഞ്ഞിനെ നശിപ്പിച്ചില്ലേ, ആ കാര്യമൊക്കെ ഓർത്തപ്പോൾ ഞാൻ, ദൈവമേ, കരടിയേക്കാൾ കഷ്ടമായ നമ്മുടെ അവസ്ഥ. കരടി 15 മിനിറ്റോളം ആ വെയിലത്ത് ആ സാധനം നിൽക്കുന്നുണ്ട്. ഫേസ്ബുക്കുകാരൻ പലപ്പോഴായിട്ട് എടുത്ത ഷോട്ടാണ്, അപ്പോൾ ക്യാമറ എടുത്ത ആൾ പലപ്പോഴും എടുത്ത ഷോട്ടാണ്. എന്നിട്ട് ആ കാക്ക വെയിലത്തിരുന്ന് ചിറകക്കൽ കുടഞ്ഞുടക്കി അത് പറന്നു പോണവരെ ഈ സംഭവം കാത്തു നിൽക്കും. നമുക്ക് ഹൃദയഭേദകമെന്ന് പറയും. വേറെ ഒരു അതായത് മൃഗങ്ങളുടെയൊക്കെ മനസ്സെന്ന് പറയണത് അതപ്പോഴാണ് ഈ പരവേശം നട്ടുച്ചക്ക്. എന്നിട്ട് അവരെ കണ്ടിച്ച് വേണം നമ്മൾ ഈ ചേടത്തിനെ കാണുമ്പോഴാണ് ചേടത്തി ആരാണെന്ന് മനസ്സിലാകണത്. നട്ടുച്ചക്ക് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വേർത്തൊലിച്ച് ഉണക്കക്കൊള്ളിയായിട്ട് വന്ന് ഈശോ ഒരു പാത്രം വെള്ളം ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ, നീ യഹൂദനല്ലേ? ഞാൻ സമരക്കാരത്തിയാണെന്ന്. സമരക്കാർ യഹൂദരും തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് തോന്നുന്നു. ആ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ കുടിവെള്ളം കൊടുക്കത്തുള്ളൂ എന്നാണ് പറയണത്.
കർത്താവായതുകൊണ്ട് അവൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിശാച് ജീവിക്കേണ്ട കാര്യമില്ല. ഇത്രയും മനുഷ്യാധമയായിട്ടുള്ള ആളെ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നാൽ കാണിക്കാൻ ആർക്കെന്ത് ഗുണം ചെയ്യാനാണ്? ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഞാൻ ഈ മോസസിനെ കുറിച്ച് ഈശോയുടെ സൗമ്യത, നമ്മൾ ഈ വരദാനങ്ങളുടെ ധ്യാനം കൊടുക്കുമ്പോൾ നോക്കണം. സൗമ്യത എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു പെശക സൗമ്യതയാണ്. സ്ത്രീയെ, നിന്നോട് വെള്ളം ചോദിക്കണം ആരാണെന്ന് നീ അറിയുകയും നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം നൽകുകയും ചെയ്യും. ഇവിടെ കുടിവെള്ളം പോലും കൊടുക്കാത്ത ആളിനാണ് ജീവൻ്റെ ജലം നൽകാൻ പോണത്. അതാണ് സൗമ്യത. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം പറയവേ മോസസ് എല്ലാ മനുഷ്യരെക്കാളും സൗമ്യനാണെന്ന്. ഞാൻ പറയും മോസസിനേക്കാൾ സൗമ്യനാണ് വേറൊരാളിവിടെ ഉണ്ട്, ഈശോ. ഈ സൗമ്യത അല്ല എന്നുണ്ടെങ്കിൽ അന്ന് എന്ത് സംഭവിച്ചേനും. അപ്പം അതുകൊണ്ട് അപ്പോഴുടനെ നീ ഒരു യഹൂദനായിരിക്കെ സമരക്കാരെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നുവോ? യഹൂദനും സമരക്കാരും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈശോ പറയും, നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവൻ്റെ ജലം നൽകുകയും ചെയ്യാം. അപ്പോൾ ചെടുത്ത് പറയും, ഹേയ് അത് വെറുതെ പൊട്ട പരിപാടിയാണ്, അത് നടക്കത്തില്ല. കാര്യം നിൻ്റെ ബക്കറ്റും ഇല്ല, കയറും ഇല്ല, കിണറാണെങ്കിൽ ആഴമുള്ളത്, വെള്ളം പിന്നെ എങ്ങനെ കിട്ടും എന്ന് ചോദിക്കും. അപ്പോൾ ഈശോ പറയും, ഈ വെള്ളം കുടിക്കുന്നവന് ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. ഈ വാക്ക് വല്ലാത്ത ഒരു വാക്കാണ്. യോഹന്നാൻ 4:13 ഈ വെള്ളം കുടിക്കുന്നത് ദിസ് വാട്ടർ ഈസ് നോട്ട് സഫിഷ്യൻ്റ് എന്നാണ് പറയണത്. അത് നിൻ്റെ ഭക്ഷണമായാലും ജോലിയായാലും ആരോഗ്യമായാലും വീടായാലും ആഡംബരമായാലും ജീവിതമായാലും പണമായാലും ഡിപ്പോസിറ്റ് ആയാലും FD ആയാലും സ്വർണമായാലും എന്ത് പരിപാടിയായാലും നോട്ട് സഫിഷ്യൻ്റ് അല്ലെന്നാണ്, മതിയാകത്തില്ലെന്ന്. അതാണ് ഇഷ്ടപ്പെടുന്നത്. ഈ വെള്ളം കുടിക്കുന്നവന് ഇനിയും ദാഹിക്കും. ഈ ഭൂമിയിൽ നിന്ന് നീ എന്തെല്ലാം പ്രൊമോഷൻ ആയാലും, നിൻ്റെ വിസ ആയാലും, നിൻ്റെ PR ആയാലും, നിൻ്റെ എമിഗ്രേഷൻ ആയാലും, എന്നാ കിട്ടിയാലും പിന്നെയും ദാഹിക്കും. മരിക്കണതിന് മുമ്പ് പിന്നെയും ദാഹത്തോടെയാണ് മരിച്ചു പോകണം. നമ്മളെ 90 വയസ്സിൽ 80 വയസ്സൊക്കെ മരിക്കത്തില്ലേ? അപ്പോഴും പല ദാഹങ്ങൾ ബാക്കി നിർത്തിയാണ് നമ്മൾ മരിച്ചു പോണത്. ആരാണ് തൃപ്തിയോടെ ഇവിടുന്ന് പിരിഞ്ഞു പോയവരെ? നിന്നാളൊരു ചേടത്തി കുമ്പസാരിച്ച്, അപ്പോൾ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് രസമുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന പള്ളിയിലാണ് സംഭവം. ഇത് ഇത്തരം കുമ്പസാരം ഞാൻ 3 പ്രാവശ്യം കേട്ടിട്ടുണ്ട്, 3 സ്ഥലത്ത് വെച്ച്. അവർക്ക് ഈ കുമ്പസാരിക്കുന്ന ആളിന് ഒരു 10-65 വയസ്സെങ്കിലും ഉണ്ട്, 65-70 വയസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തിൽ ഭർത്താവിൽ നിന്ന് വന്നിട്ടുള്ള നീചമായ പെരുമാറ്റം, സ്നേഹക്കുറവ്, പരിഗണനയില്ലാത്തത്, അവർക്ക് പകരം മരുമകളോട് സ്നേഹം കാണിക്കണേ, അല്ലെങ്കിൽ മക്കളോട് സ്നേഹം കാണിക്കണേ, അല്ലെങ്കിൽ ബന്ധുക്കളോട് സ്നേഹം കാണിക്കണേ, അയാളുടെ അപ്പനോടും അമ്മയോടും സഹോദരനോടും സ്നേഹമുണ്ട്, എന്നോട് സ്നേഹമില്ല. ഇങ്ങനെയാണല്ലോ സ്ത്രീകളുടെ പൊതു കംപ്ലൈൻറ്റാണ്. പക്ഷേ ഇതൊക്കെ വലിയമ്മ പറയുന്നുണ്ട്. 67-ാമത്തെ വയസ്സിൽ ഇത് പറയണ്ട കുമ്പസാരത്തിൽ. നമുക്കറിയില്ല കുമ്പസാരം എന്ന് പറഞ്ഞാൽ കുമ്പസാരമല്ലല്ലോ അവിടെ നടക്കണത്. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയൊരു പുണ്യമാണ്. കാര്യം മനുഷ്യൻ്റെ സങ്കടം പറയാൻ കൂടി ഒരു വേദിയാണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്താ കാര്യം? ആ വിഷമം പറയാൻ അവർക്ക് വേറെ ആരുമില്ല. ആ വിഷമം പറയാൻ അവർക്ക് ആരുമില്ല. ഒരു മതത്തിലൊരു സംവിധാനമില്ല. മനുഷ്യൻ്റെ വിഷമം ദൈവത്തിൻ്റെ നാമത്തിൽ ഒരാൾ കേൾക്കാൻ വേണ്ടി ഒരാളെ ഈശോ വെച്ചിരിക്കുക. ഇതെല്ലാം ഈ 67-ാമത്തെ വയസ്സ് ഇതെല്ലാം കേട്ടിട്ട് പറയും, എൻ്റെ അച്ഛ എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് എത്ര കല്യാണക്കാര്യങ്ങളൊക്കെ വന്നാണെന്നറിയാമോ. അതും നമ്മൾ കേൾക്കും. നിങ്ങൾ ചിരിച്ച് ഞാൻ ചിരിക്കത്തില്ല. കാര്യം അതിൻ്റെ അനുഭവിച്ച ആളാണല്ല. അപ്പോൾ ഈ 67-ാമത്തെ വയസ്സിലും പറഞ്ഞ എന്താണ്? എത്ര കല്യാണക്കാര്യം പണ്ട് 22-ാമത്തെ വയസ്സിൽ വന്ന കാര്യം പറയണേ. ഞാൻ പറഞ്ഞു, ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവ് മരിച്ചിട്ട് 20 കൊല്ലമായി. അപ്പോൾ നമ്മളൊക്കെ ഈ പറയണയൊക്കെ പുറക്കുമ്പോൾ ഇവരെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കണം. 20 കൊല്ലം മുമ്പ് ആളെ മരിച്ച്
20 കൊല്ലമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും അയാളുടെ കാലത്തുണ്ടായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ എല്ലാ കുമ്പസാരത്തിലും 1 by 1 ആയിട്ട് അവതരിപ്പിക്കും. മനുഷ്യൻ്റെ ഒരു കാര്യമേ, ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. പരാതി തീർന്നിട്ട് മരിച്ചു പോകത്തില്ല. എല്ലാ പരാതിയും അവസാനിപ്പിച്ച് നിങ്ങൾ പോകത്തില്ല. അതുകൊണ്ടാണ് അഭിഷേകം ആവശ്യമായി വരണത്. ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കത്തില്ല, പരാതി ഉണ്ടാകത്തില്ലെന്ന്, പരിഭവം ഉണ്ടാകത്തില്ലെന്ന്. ആന്തരികമായ അഭിഷേകമാണ്. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലേ എന്നെ ഒരു മനുഷ്യൻ വിളിച്ചുകൊണ്ട് പോയ കാര്യം ഇടയ്ക്കൊക്കെ ഞാൻ ഈ ദിവസം പറയണതാ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് സമയമല്ല, ഇന്ന് കർത്താവ് തരുമൊക്കെ പറയാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താ സംഭവം എന്നറിയാമോ? ഞാൻ 11 മണിയായപ്പോൾ എൻ്റെ പള്ളി മേടയിൽ അന്ന് തിരക്കില്ലാത്ത ദിവസമാണ്. എൻ്റെ വർക്കകത്ത് തുടങ്ങി ഞാൻ വർക്കിന് എഴുതാൻ വേണ്ടി പോവുകയാണ്. പഠിച്ച് വായിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറും കൊണ്ട് ഒരു 10-62 വയസ്സുള്ള ആൾ വന്നു. ഞാൻ പറഞ്ഞു, എന്താ അച്ഛൻ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. എന്നിട്ട് ഇതിനർത്ഥം എന്താണ്? ഫ്രീ അല്ലാതെ ആക്കണമെങ്കിൽ ഫ്രീ ആക്കണമെങ്കിൽ ആക്കാം. ഞാൻ എന്ത് പറ്റി? എൻ്റെ കൂടെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ വീട്ടിൽ. കുഴപ്പമില്ല, ഞാൻ ഉടനെ കയറിപ്പോയി. പരിചയമുള്ള ആളാണ്, കയറിപ്പോയി. പരിചയമില്ലാത്ത ആളാണെങ്കിലും കാര്യം കേട്ടാൽ ഞാൻ കയറിപ്പോവും. കാര്യത്തിനല്ല പ്രാധാന്യം, ആളിനല്ല പ്രാധാന്യം. എന്താ അവർ പറയണമെന്ന് നോക്കണം. പ്രാർത്ഥന കൂടിയെന്ന് നോക്കത്തില്ല. കാര്യം ചോദിക്കും. കാര്യം ചിലപ്പോൾ ക്യാൻസറാ വല്ലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നാളെ മറ്റന്നാളാന്ന് പറഞ്ഞാൽ പറ്റുക. അപ്പോൾ കാര്യം ചോദിക്കും, ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെവി കൊടുക്കുമ്പോൾ ഇവർ ആദ്യമുള്ള കാര്യം പറയാൻ തുടങ്ങും. അതാണ് കുഴപ്പമുള്ളത്. ആ കറക്റ്റ് കാര്യം പറഞ്ഞാൽ അപ്പം അതിന് സമാധാനം ഉണ്ടാവും. ഇവർ പിന്നെ വരുമ്പോൾ ആദ്യം തൊട്ട് പറയാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ ആണെങ്കിൽ അങ്ങനെ പറയരുത്. അപ്പോഴുള്ള വിഷയം എന്താ പറയുക, ബാക്കി അച്ഛൻ പറഞ്ഞോളാം. അപ്പോൾ ഈ ചേട്ടൻ്റെ കൂടെ ഞാൻ പോയി. അപ്പോൾ ഞാൻ പോണ വഴിക്ക് സ്കൂട്ടറിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞേ, അച്ഛാ മഠത്തിൽ പോയി നമുക്ക് കുർബാന എടുക്കാം. ഞാൻ പറഞ്ഞു, അപ്പോൾ പള്ളിയിൽ കുർബാന ഉണ്ട്, പക്ഷേ പൂട്ടി സിസ്റ്റർ താക്കോലും കൊണ്ട് പോയിരിക്കുക. മഠത്തിൽ ചാപ്പലിൽ കുർബാന ഉണ്ട്, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ താക്കോലും വഴി അവിടെ നിന്ന് കുർബാന. ഞാൻ പറഞ്ഞു, എന്താ കുർബാന? അപ്പന് കൊടുക്കാന്ന് വെച്ചാൽ അപ്പനെ കുമ്പസരിപ്പിക്കാൻ വേണം. അപ്പം പറഞ്ഞിട്ട് ഞാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് ഞാൻ കുർബാനയൊക്കെ എടുത്ത് പൊത്തി നെഞ്ചത്തൊക്കെ വെച്ച് കർത്താവിൻ്റെ കുർബാന പ്രകടനമൊക്കെ ചൊല്ലി ഇയാളെ കുറേ പോവുകയാണ്. അവിടെ ചെന്നപ്പോഴുണ്ട് ഞാൻ, അപ്പോൾ രോഗി അകത്താണല്ലോ കിടക്കണത്. ഇയാൾക്ക് എന്നെ വിളിച്ച ആളിന് 62 വയസ്സുണ്ട്. അപ്പോൾ അപ്പനൊരു 84 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ അകത്തോട്ട് ചെന്നപ്പോൾ പാതിക്ക് ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എന്നെ അകത്തോട്ട് വിടുന്നില്ല. ഞാൻ പറഞ്ഞു, കുർബാനയും കൊണ്ടുവന്ന ശരി അച്ഛാ, ഞാനാണ് രോഗിയെന്ന് പറഞ്ഞു. ഈ വന്ന ആളിനേക്കാൾ ആരോഗ്യമായിട്ടിരിക്കണം, മകനേക്കാൾ ആരോഗ്യമായിട്ട് അപ്പനിരിക്കണം. ഞാൻ പറഞ്ഞു, അച്ഛനാണ് കുർബാന. എനിക്ക് കുറച്ച് കാര്യം അച്ഛനോട് പറയാനുണ്ട്. അച്ഛൻ്റെ അവിടെ വന്ന നിറച്ച ആൾക്കാരല്ലേ, അതുകൊണ്ട് എൻ്റെ പുള്ളി കസ്റ്റഡി പിടിച്ചിരിക്കണേ. അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത്രയും പ്രായമുള്ള മനുഷ്യനല്ലേ. ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് അകത്തോട്ട് ഇരുന്ന് സംസാരിക്കാം. ഞാൻ ഈശോനെ അച്ഛൻ്റെ ബെഡ്റൂമിൽ പോയി ഈശോനെ എടുത്ത് വെള്ള തുണിയെ വെച്ച് പൊതിഞ്ഞ് തിരികെ കത്തിച്ച് വെച്ച് മുട്ട എന്ന് പരിശുദ്ധ മറിയ പരമതി വികാരണം പറഞ്ഞിട്ട് മാറി കട്ടിലേയിരുന്ന്. എന്താ വെച്ചാൽ അപ്പം അച്ഛൻ ദേ ആ ജനല് കണ്ട, അതിൻ്റെ അപ്പുറത്ത് ഒരാൾ നിൽപ്പില്ലേ? ഞാൻ നോക്കി, അപ്പച്ചി എടുത്തിയാണ്, അതെൻ്റെ ഭാര്യയാണ്. നമ്മൾ തമ്മിൽ പറയണത് അവരോട് പറയരുത്. നല്ല അത് ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറാണ്, സീനിയർ മാനേജർ, പണ്ടത്തെ മാനേജറെ, റിട്ടയർഡായിട്ട് തന്നെ 20 കൊല്ലമായി. നല്ല സ്ഫുടമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്, അല്ലാതെ അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ മകനും ഫെഡറൽ ബാങ്കിൽ, എന്നെ വിളിക്കാൻ വന്ന ആളും ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറാണ്, റിട്ടയറായി. അപ്പോഴേ ഇന്നലെ ഞാൻ അവളോട് പറഞ്ഞതാണ്, സന്ധ്യക്ക് എൻ്റെ കൂടെ വന്ന് കിടക്കാൻ പറഞ്ഞതാണ്. അവൾ കിടന്നില്ല. ഇപ്പം എന്താ പറ്റിയെന്നറിയാമോ? രാത്രി ആയപ്പോൾ എനിക്ക് ബോധക്കേടുണ്ടായി. ഞാൻ കമന്നിടിച്ച് കട്ടിലിൽ നിന്ന് പറഞ്ഞ് താഴെ വീണ് അവിടെ കിടന്ന് ബോധം കെട്ടുപോയി, മൂത്രവും പോയി. വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമെന്ന് പറഞ്ഞ്. അപ്പോൾ സംഗതി സീരിയസ് ആയി. കാര്യം അദ്ദേഹം അവരുടെ സ്ത്രീയോട് വന്ന് കിടക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇയാളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഭയങ്കര എന്തോ ഒരു ഡൗട്ട്, എന്തോ സംതിങ് രാത്രി സംഭവിക്കുമെന്നുള്ളൊരു പേടി കൊണ്ട് പറഞ്ഞ്, എടി നീ വന്ന് ബെഡ്റൂമിൽ കിടക്കാൻ പറഞ്ഞ്. അവർ പറഞ്ഞ് കൊന്നെന്ന് പറഞ്ഞാൽ കിടക്കത്തില്ല. ഇപ്പോഴല്ല, 60 കൊല്ലമായിട്ട് കിടക്കണില്ല. 60 കൊല്ലമായിട്ട് കിടക്കണില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഫെഡറൽ ബാങ്കിൻ്റെ മാനേജർ എന്നെ വിളിക്കാമെന്ന കക്ഷിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവർ നാട്ടിലോട്ട് പിന്നെ കുഞ്ഞിനെയും കൊണ്ട് വരത്തില്ലെന്ന് പറഞ്ഞ്, വീട്ടിലോട്ട് ജ്ഞാനസ്ഥാനം കഴിഞ്ഞപ്പോൾ നാട്ടിലോട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല, ഇവർ വരത്തില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്ത് വരത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിപ്ലവമായി പോകുന്നില്ല, കുടുംബം തീർന്നു, ജീവിതം തീർന്നില്ലേ. ഇയാൾക്ക് ചങ്ക് പൊട്ടണ പോലെയുള്ള വേദനയായിട്ട് ഇയാൾ നടന്നു. പക്ഷെ അവർ വന്നില്ല.
അവസാനം അച്ഛന്മാരും ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് വരാമെന്നായി. അപ്പോൾ പക്ഷേ ഒരു കണ്ടീഷൻ, ഞാൻ വരാം കുഞ്ഞിനെയുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ, പക്ഷെ നമ്മൾ ആങ്ങളെയും പെങ്ങളെയും പോലെ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അയാൾക്ക് 24 വയസ്സേ ഉള്ളൂ, എങ്ങനെ ആങ്ങളെയും പെങ്ങളായിട്ട് ജീവിക്കണേ? കണ്ട് ഇമാജിൻ, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ജീവിതം തീർന്നില്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ കുഞ്ഞിനെ പ്രതി നമുക്ക് ജീവിക്കാമെന്ന് വിചാരിച്ച് ഇയാൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവർ ആങ്ങളെയും പെങ്ങളും പോയി ജീവിക്കണതാണ് തന്നെ, തമ്മിൽ മിണ്ടത്ത് പോലും ഇല്ല, ഒരു തെറ്റുമില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രസവത്തോടു കൂടി ഇവർക്ക് ഈ സെക്ച്വൽ ഫ്രിജിഡിറ്റി എന്ന് പറഞ്ഞൊരു അസുഖം പിടിച്ചു. 10,000 മനുഷ്യർക്ക് ഒരാൾ വരുന്ന അസുഖമാണ് ലൈംഗിക മരവിപ്പെന്ന് പറയും. അത് സിവിയറാണ്. ലൈംഗിക മരവിപ്പെന്ന് പറഞ്ഞാൽ അത് സിവിയർ. ലൈംഗിക മരവിപ്പ് പലതരത്തിലുണ്ട്, പക്ഷേ ഇത് സിവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭർത്താവ് ഒരു ഈച്ച ഇരിക്കണതായിട്ട് ഈ അവരുടെ ശരീരത്തിരിക്കണമെങ്കിൽ കൊട്ടിക്കളയാൻ വേണ്ടി ശരീരത്തൊട്ട് കഴിഞ്ഞാൽ അവർ കണ്ണക്കുരുട്ട് അടിക്കുവരും. അത്രയുമാണ് പ്രശ്നം, അത്രയും സിവിയർ മരവിപ്പാണ്. അത് ആ രോഗം വന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ആ ഫ്രിജിഡിറ്റി, സെക്സ്വൽ ഫ്രിജിഡിറ്റി, അതാണ് രോഗം. വയലൻ്റായിട്ട് അടിക്കും. ഇവരെ അടിക്കാൻ അവർക്ക് കുലീനത്തുള്ള കാരണം ആക്രമിക്കത്തില്ല, പക്ഷേ പതുക്കെ മാറി നടക്കും. ഭർത്താവ് അടുത്ത് വരികയോ പുരുഷന്മാർ അടുത്ത് വരികയോ ചെയ്യുമ്പോൾ മാറി നടക്കും. ഇപ്പോഴും അങ്ങനെയാണ്. ഞാൻ ചെല്ലുമ്പോഴും ഇങ്ങനെ വരാന്തി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവർക്ക് വന്ന് അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ട് അപ്പച്ചനെ അറിയത്തില്ല, ഈ രോഗം ഇത്രയും മൂർച്ഛിച്ച സാധനമാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ പുരുഷനല്ലേ? അപ്പോഴേ അയാൾ പറയണേ, എൻ്റെ അച്ഛാ എല്ലാവരും പറഞ്ഞതാ നീ വേറെ കെട്ടെന്ന്. അപ്പോൾ എനിക്കത് പറ്റത്തില്ല. എൻ്റെ മനസ്സിരുന്നുണ്ട് ആത്മാ പറയണം അങ്ങനെ ചെയ്യണ്ട, നീ ഇത് വേറെ ചെയ്യണമെന്ന് പറഞ്ഞു. നീ വേറെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഈശോയുമായിട്ട് നല്ല ഭയങ്കര കമ്പനിയുള്ള ആളാണ്. എൻ്റെ പള്ളിയിരിക്കണ കുരിശുരൂപം അദ്ദേഹം കൊടുത്തതാണ്, അന്നത്തെ പള്ളിയിരിക്കണ. അപ്പോൾ ഈശോയുമായിട്ട് കമ്പനി ഉള്ളതുകൊണ്ട് ഈശോ പറഞ്ഞു നോ ഡോണ്ട് ട്രൈ. കാര്യം ഈശോയുടെ കയ്യിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഈശോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ സെക്ഷ്വൽ ഇൻക്ലിനേഷൻ, ലൈംഗിക പ്രേരണ, ലൈംഗിക ത്വര, ആ ഗ്ലാൻസ് ഉണ്ടാക്കുന്ന ശരീരത്തിൻ്റെ ഹോട്ട്നെസ്സിൻ്റെ പേരിൽ ഈശോ അനോയിൻറ്റ് ചെയ്ത് കളഞ്ഞു, അഭിഷേകം ചെയ്ത് കളഞ്ഞു. ക്രിസ്ത്യാനിറ്റി ഭയങ്കര സൂപ്പർ സംഭവമാണ്. മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാത്ത കുറേ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈംഗിക മരവിപ്പ്, അതായത് ഈശോ ആഗ്രഹിക്കുന്നില്ല, അത് കൂദാശയിൽ കറക്റ്റ് ചെയ്തിരിക്കുന്ന ബന്ധമാണ്. ഇനി ഇയാൾ ഇത് റദ്ദ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഈ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയുമായിട്ട് മക്കളൊക്കെ ഉണ്ടാക്കി 4-5 കെട്ടിയൊക്കെ ജീവിക്കാം. പക്ഷേ ഈ സംഭവം ഇത് വെച്ച് നമ്മൾ ഡീപ്രമോട്ട് ചെയ്യും. കൃപയിൽ ഡീപ്രമോഷനായി പോകും. കൃപയിൽ ഡീപ്രമോഷനായി പോകുന്ന കാരണം ആത്മാവിനൊരു ചുക്കും ഉണ്ടാകത്തില്ല. അതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പുനരുത്ഥാനത്തിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ജീസസ് ഒരിക്കലും ഈ സമ്മതിക്കത്തില്ല. ജീസസ് സമ്മതിക്കാതെ രണ്ടാമത്തെ വിവാഹത്തിന് ആന്തരികമായ പ്രേരണ കൊടുക്കാതെ ആ ശാരീരികമായ ലൈംഗിക ആസക്തികളുടെ മേൽ ഈശോ അഭിഷേകം കൊടുത്ത്, അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനേക്കാൾ സൂപ്പറാണ്, അവരെക്കാൾ സൂപ്പറാണ് ഇയാൾ. അനങ്ങത്തിൽ ആവശ്യമില്ല, ലൈംഗിക ബന്ധം ആവശ്യമില്ലാത്ത രീതിയിൽ ഗ്ലാൻസിന് അഭിഷേകം കൊടുത്തിട്ട് 1000 പ്രാവശ്യം ലൈംഗിക ബന്ധമുള്ള ആൾക്കാരെക്കാൾ ആന്തരിക ആഹ്ലാദം കൊടുക്കും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വല്ലാത്തൊരു പെശക റേഞ്ചാണ്. ഇതൊക്കെ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിനൊക്കെ അറിയാൻ പറ്റും. ഇതെന്താ ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് നിങ്ങൾക്കത് പരിചയമില്ലാതെ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ഇങ്ങനൊരു സംഭവമുണ്ട് അഭിഷേകമെന്നും പറഞ്ഞ്. അതിനാണ് ഈ അഭിഷേകമെന്ന് പറയണത്. എന്തെങ്കിലും ഒരു പോരായ്മ, ഇപ്പം നിങ്ങളുടെ ഭർത്താവ് തന്നെ മരിച്ചു, അപ്പം നിങ്ങൾ ഭർത്താവ് മരിച്ചപ്പോൾ നിങ്ങളവർക്ക് എടി കൊച്ചെ എങ്ങനെ ജീവിക്കും, മനുഷ്യനല്ലേ നമ്മൾ എന്നൊക്കെ പറയും. വെറുതെ ജീവിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിച്ചോണ്ട് നീ ജീവിക്കും. അങ്ങനെ ഒരു വാക്കില്ലേ ബൈബിളിലെ 14:19 യോഹന്നാൻ്റെ സുവിശേഷം. ഞാൻ ജീവിക്കണമെങ്കിൽ നിങ്ങളും ജീവിക്കും. അതാണ് എൻ്റെ അർത്ഥം. എങ്ങനെ ജീവിക്കും? ചില ആൾക്കാർ ജീവിക്കത്തില്ലേ, എങ്ങനെ ജീവിക്കും? ഇപ്പം വസ്തു ഭാഗോടമ്പടി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണ അപ്പനെയും അമ്മനെയും നോക്കി നമ്മുടെ സ്ത്രീധനം കൊണ്ടുവന്ന് ആദ്യകാലത്ത് അനിയന്മാരെയും പഠിപ്പിച്ച് അപ്പനെയും അമ്മനെയും നോക്കി. ഇപ്പം നമ്മുടെ കാർക്കാശില്ല. ഭാഗോടമ്പടി ചെയ്തപ്പോൾ അവന് 10 സെൻറ്റ്, അവർക്ക് എല്ലാവർക്കും ഉദ്യോഗമുള്ളവർക്കും 10 സെൻറ്റ്, ഉദ്യോഗമില്ലാത്തവർക്കും 10 സെൻറ്റ്. നമ്മുടെ സ്ത്രീധനം കൊണ്ട് അപ്പനെയും അമ്മയെ ചികിത്സിച്ച് അത് പോവുകയും ചെയ്തു. അപ്പോൾ എങ്ങനെ ജീവിക്കും? അപ്പം ചോദ്യം വരത്തില്ലേ, എങ്ങനെ ജീവിക്കും?
എങ്ങനെ ജീവിക്കുമെന്ന് നമ്മൾ ഓരോരോ ആൾക്കാരും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിക്കും? ജീസസ് വിൽ ടെൽ, ഐ ലിവ് ആൻഡ് യു വിൽ ലിവ്. 14:19 ഞാൻ ജീവിക്കുന്നുണ്ട്. 14:17 അതിനുകൊണ്ട് 14:19 ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഈ മനുഷ്യൻ സർവൈവ് ചെയ്ത് അങ്ങനെയാ. കർത്താവ് സർവൈവ് ജീവിപ്പിച്ചു. അയാളുടെ ആസക്തികളുടെ മേൽ കർത്താവ് അഭിഷേകം കൊടുത്തു. അയാൾക്ക് ദാഹമില്ല. ആ ചേട്ടത്തി പറയണില്ല. ചേട്ടത്തിയുടെ ഈശോ പറയണ എന്താ? ഇപ്പം ചേട്ടത്തിയുടെ ഈശോ പറഞ്ഞ കിണറ്റിൻ്റെ കരയിൽ ചേട്ടത്തിയുടെ ഈശോ എന്നാ പറഞ്ഞത്? മകളെ, വെള്ളം ഇത് കുടിക്കണവന് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ദാഹിക്കുകയില്ല. എന്താണ് ഞാൻ തരുന്ന വെള്ളം എന്ന് ബൈബിൾ പറയും. അവൻ തിരുനാളിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ അവൻ? Whom do you thirst? Come to me. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. 7:37 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഉടനെ യോഹന്നാൻ പറയും, എന്താണ് ഈശോ മീൻ ചെയ്തതെന്ന്, ഈശോ എന്താ ഉദ്ദേശിച്ചതെന്ന്. ഈശോ പറയും, തന്നിൽ വിശ്വസിക്കാനിരുന്നവരെ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. അതാണ് വെള്ളം, അതാണ് ജീവജലം. ഈ വെള്ളം കുടിക്കുന്നവന് സഫിഷ്യന്റ്, അത് മതിയാകും. അവൻ വേറെ ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. ശ്രുതികട ഹല്ലേലൂയ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ അവസാന വാക്ക്, കുമ്പസാരത്തിന് മുമ്പ് പറഞ്ഞത്, അച്ഛൻ അവളോട് ചോദിക്കരുത്. അപ്പം ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞെന്ന് വിചാരിച്ച അവൾക്ക് വിഷമമാവും. അത് ഉള്ളി ആഗ്രഹിക്കണില്ല. ഇതിൻ്റെ പേരിലൊരു വിഷമം അവർക്ക് ഉണ്ടാകാൻ വേണ്ടി പുള്ളി ആഗ്രഹിക്കണില്ല. അദ്ദേഹം ഒരു സംഭവമാണ് ശരിക്കും. ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ മകനോട് പറഞ്ഞ്, ഞാൻ ഏത് ഇടവകയെ ഇവിടുന്ന് വിട്ടുപോയാലും അപ്പന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്നെ വിളിക്കണമെന്ന്. എന്താ കാര്യം എന്നറിയാവോ? ഈ മനുഷ്യൻ ഇപ്പം തന്നെ ചാവറക്കുര്യാക്കൊരു ഏരിയാസിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ ഇക്കാലങ്ങളെല്ലാം അന്വേഷിച്ചത് അതാണ്. ഈ മനുഷ്യന്മാർ വളരെ അപകടകരമായ ആധ്യാത്മിക ഭൗതിക അന്തരീക്ഷം ജീവിക്കുന്നവർക്ക് ഹൗ കാൻ ദേ ബിക്കം എ സെയിൻറ്റ്? ഈസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? എങ്ങനെ അവർക്കൊരു വിശുദ്ധരാകാം? എങ്ങനെ സാധിക്കും? അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വിശുദ്ധന്മാരെയും വിശുദ്ധകളെയും കണ്ടിട്ടുണ്ട്. കുടുംബങ്ങളിൽ ജീവിക്കണം. അതിലൊരാളാണിത്. കുടുംബങ്ങളിൽ പഴയ കാലങ്ങളെക്കാളും ഇപ്പോഴെന്ത് സംഭവം അറിയാമോ? ഇപ്പോൾ ഈ മനുഷ്യൻ എന്താ ചെയ്തത്? അച്ഛൻ ഈ വിഷയം അവളോട് സംസാരിക്കരുത്. എന്താ കാര്യം? സംസാരിച്ച അച്ഛനോട് ഞാനിത് പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അവൾക്കത് വിഷമമാകും. അപ്പോൾ ഹീസ് റെഡി ടു ഫൊർഗീവ്. ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചത്? എന്നിട്ട് പറഞ്ഞ, അച്ഛാ എന്നെ കർത്താവ് സഹായിച്ചല്ലോ, ഞാൻ കമന്നടിച്ചല്ല വീണത്. എൻ്റെ നെഞ്ച് നല്ല ഭാരമുള്ള ആളാണ്. അയാൾക്ക് 120 കിലോ തൂക്കമുണ്ട് അയാളിന്. ഇയാൾ ബോധമില്ലാതെ കട്ടരയിൽ നിന്ന് വീണതാണ്. അവിടെ കിടന്ന് മൂത്രം പോയെന്ന് പറയുമ്പോൾ അവിടെ വല്ല അസ്ഥിയാ വല്ല ഒടിഞ്ഞെങ്കിൽ ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെടുക. ഇത്രയും പ്രായമുള്ള 84 വയസ്സുകാരൻ്റെ അസ്ഥി ഒടിഞ്ഞ. പക്ഷേ കർത്താവ് താങ്ങിക്കിടത്തി. ഞാനോർക്കും കർത്താവ് ചിലപ്പോൾ ഭാര്യയാകും, ചിലപ്പോൾ അപ്പനാകും, ആരാണെന്ന് നിനക്ക് വേണ്ടത് അതായി മാറും. അതാണ് ക്രിസ്തു. ശ്രുതികട ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം ഭരിക്കുമ്പോഴേ അവരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ സത്യമായ കാര്യമാണ്. ഈശോ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ ഈശോയിൽ നിന്ന് മനസ്സിലായത് ഈശോയിലെല്ലാം ഉണ്ട്. ബൈബിൾ അതിന് വേറെ വാക്കൊക്കെയാണ് പറയണത്. ഈശോയിലെല്ലാം ഉണ്ട്. ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ക്ഷീണം ഉണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ജീവിത പങ്കാളി കയറിച്ച് പോയി, അല്ലെങ്കിൽ കുറേ നാൾ പ്രണയിച്ച് നടന്നിട്ട് തേച്ചൊക്കെ പോകത്തില്ല ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ ആത്മഹത്യ ചെയ്യാനുള്ള സങ്കടങ്ങളുണ്ടാകും. ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. കാര്യം എനിക്കറിയാം ആ വിഷയം അത്ര സീരിയസ് ആണെന്ന്.
ചിലർക്ക് അപ്പനും നമുക്ക് പോലും മനസ്സിലാകത്തില്ല. ഓ ഇതിനകത്ത് കാര്യക്കണം, അവൾ പോയില്ലേ, നമ്മൾ രക്ഷപ്പെട്ടില്ല എന്ന് പറയും. നമ്മൾ രക്ഷപ്പെട്ടു, പക്ഷേ അവരുടെ ഒരു ഭാഗം കൊണ്ടാണ് പോയിരിക്കണേ. നീറി പാവപ്പെട്ടവൻ പോകുകയും അതിൽ പാവപ്പെട്ടവർ പോകുകയും. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെന്ന് ഇടപെടുമ്പോൾ പെട്ടെന്ന് കയറി തീരുമാനമൊന്നും എടുക്കരുത്. ആദ്യം പ്രാർത്ഥിച്ച് നോക്കി, കർത്താവ് വില്ലിങ് ആണ് എന്നൊക്കെ അറിയാം. ഇത് ചിലത് വില്ലിങ് ആകും, ചില വില്ലിങ് ആകാതെ. വില്ലിങ് അല്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ജീവിതം പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു കഥയുമില്ലാത്ത കാര്യമാണ് ശരിക്കും. അപ്പം എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും. എന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ എല്ലാമാണ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. കൊളോസ്യസ് 3:11. ഈശോ ആദ്യമൊന്നും എനിക്കത് മനസ്സിലായില്ല. പക്ഷെ നമ്മുടെ സ്വന്തം അനുഭവം, ആൾക്കാരുടെ അനുഭവം നോക്കുമ്പോൾ മനസ്സിലാവും, ജീസസ് ഇസ് എവരിത്തിങ്. ഇപ്പം ഇയാളെന്താ പറയണത്? ഭാര്യനെ പോലെ താങ്ങി. അവർ വന്ന് കിടന്നിരുന്നെങ്കിൽ മിക്കവാറും ഇയാൾ ഒടിഞ്ഞു പോയേനെ മിക്കവാറും. കാര്യം എന്താണ്? അവർ ചിലപ്പോൾ ഈ ബോധമില്ലാതെ മനുഷ്യർ, അവരും കിടന്ന് ബോധമില്ല കിടന്നുറങ്ങും, ഇയാളും കിടന്ന് ബോധമില്ല കിടന്ന് ഉറങ്ങും, ഇയാൾ ഒടിഞ്ഞു വീണത് തന്നെ. പക്ഷേ അവരില്ലാത്ത കൊണ്ട് എന്താ പറ്റിയിരിക്കണത്? ഈശോ ഈ 120 കിലോ താങ്ങിക്കിടത്തിയ പോലെ കിടത്തുകയാണ്. അസ്ഥി ഒരു രോഗം പോലും പൊഴിയാതെ കിടത്തുകയാണ്. ഇറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതാണ് എൻ്റെ വ്യത്യാസം. നിങ്ങൾക്കൊന്നുമില്ല, ആരുമില്ലെന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനി ഒരിക്കലും പറയരുത്. അപ്പം മരിച്ചാലും ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും മിണ്ടിപ്പോരുത്. എന്താ? ഇവരാരെയും കണ്ടുകൊണ്ടല്ല, അപ്പനെപ്പോലും കണ്ടുകൊണ്ടല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശോ ആദ്യം വന്ന് പറഞ്ഞത്, നിങ്ങളാരെയും പിതാവെന്ന് വിളിക്കണ്ട. നിങ്ങളെ ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ നിങ്ങൾ നിലനിർത്താൻ എനിക്കറിയാം. എന്തൊരു ദാർഢ്യമാണ് വാക്ക്. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. എന്താ കാര്യം? ഞാനാണ് പിതാവ്, അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭുവെന്ന്. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? അപ്പൻ്റെ സ്ഥാനത്ത് ദൈവത്തിനെ മാത്രമേ കാണാവുന്നതിൻ്റെ അർത്ഥം. അതെപ്പോഴും അപ്പനേക്കാൾ വലിയ പൈതൃക പരസ്യ സംരക്ഷണം ഇല്ലല്ലോ. അപ്പനെ അല്ലപ്പാന്ന് വിളിക്കണമെന്നല്ലേ ഈ പറയണതേ. അപ്പൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദൈവത്തിന് വേണ്ടി ആരെയും ഒരാളെ ഇപ്പോൾ ചെറിയ പറയും, എൻ്റെ അച്ഛ എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഭർത്താവ് 4 കാലിലല്ല, അയാൾ ചിലന്തിയപ്പോൾ 8 കാല് വെളിവില്ല നടക്കുക. ലോകം മുഴുവൻ ചുറ്റി നടന്ന് കടവും മേടിക്കും, വെള്ളവും അടിക്കും. പിന്നെ അയാൾ ബുദ്ധിയും ബോധമില്ലാതെ മൂത്രം ഒഴിക്കും കട്ടില്. അപ്പം അങ്ങനെ വരുന്ന ഒരാളെ കൊണ്ട് അപ്പോൾ ചില ചെടുത്തി വന്നു പറയും, എൻ്റെ അച്ഛൻ മടുത്ത് കേട്ട, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പിന്നെ തീർന്ന്, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ഒരു ഉടമ്പടിയും ചെയ്യേണ്ട, പ്രാർത്ഥിക്കാൻ വേണ്ട, വണ്ടി വിട്ടേക്കാൻ പറയും. എന്താ കാര്യം? മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കണമെന്ന്. ഇവരെന്താ പറയേണ്ടത്? കർത്താവിനോട് കുദാശ ചെയ്ത ആളല്ലേ, എൻ്റെ കർത്താവിനോട് ചെയ്ത വിശ്വസ്തയുടെ പേരിലാണെങ്കിലും കണ്ടല്ലേ ഈ സാധനം മുഴുവൻ റീഫണ്ട് ചെയ്യും. ഈ അപ്പോൾ ദൈവത്തെക്കാളും മക്കൾക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞ വലിയ ആനക്കാര്യമാണെന്ന്, നിങ്ങൾ പറഞ്ഞത് ചെറ്റത്തരവാണ്. കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ പ്രാധാന്യമുള്ളതില്ലാത്ത കാര്യമാണ്. നിങ്ങൾ പറയേണ്ടത് എന്താണ്? എൻ്റെ കർത്താവിനെ ഓർത്തിട്ടാണെന്ന് പറയുമ്പോൾ കുരിശ് കൃപയായി മാറും. കാര്യം നിൻ്റെ മക്കളല്ലല്ല കുശത്തൂങ്ങി മരിച്ച് പീഡാനുഭവം ചെയ്തിട്ട് കുരിശ് കൃപയാക്കിയത്. അപ്പം നമ്മൾ പറയണം, അപ്പം പോയാലും അമ്മ പോയാലും ഭാര്യ പോയാലും ഭർത്താവ് പോയാലും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറയണം. അപ്പോഴീ കുരിശെല്ലാം കൃപയാകും. അത് പറയാൻ പഠിക്കണം. അത് ദാർഢ്യമാണ്. അപ്പോഴാണ് ഈ അഭിഷേകം വെടിച്ചില് പോലെ കത്തിപ്പിടിക്കണത്. ഇപ്പം എന്താ പറയണത്? അച്ഛൻ അവരോട് സംസാരിക്കരുത്. കാര്യം 60 കൊല്ലം ക്ഷമിച്ച് ജീവിക്കണ മനുഷ്യനാണ്. തമ്മിൽ കണ്ടാൽ മിണ്ടാതെ ഒരു മുറിയിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ മിണ്ടത്തില്ലല്ലോ. അപ്പോഴും ക്ഷമിച്ചാണ് ജീവിക്കണം. എന്നിട്ട് ഇപ്പോഴും അന്ത്യനിമിഷങ്ങളിൽ ഇന്നലെ രാത്രി വീണ് നെഞ്ചും കൊട്ട ഒടിയേണ്ടതാണ്. അയാൾക്ക് കാരണക്കാരിയായി നിൽക്കുന്ന കക്ഷിയാണ്. എന്നിട്ടും പരാതിയില്ല, പരിഭവമില്ല. അച്ഛനോട് പറഞ്ഞെന്ന് പറയണത് എന്താ? അതിന് കാരണം അദ്ദേഹം പറയണ്ടേ, അതിൽ കാര്യം പറയണ്ടേ. കാര്യം അമ്പലപ്പുഴ ആശ്രമത്തിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ഇടയ്ക്ക് നിന്ന്, അല്ലെങ്കിൽ വേറെ ഒരു RC പള്ളിയുണ്ട്, എവിടെ നിന്നായാലും അച്ഛന്മാർ എല്ലാ ദിവസവും കൊണ്ടൊന്ന് കുർബാന കൊടുക്കുന്ന ആളാണ്. ഇപ്പം ഇന്നലെ രാത്രി ഇങ്ങനെ സംഭവിച്ചില്ലേ? അപ്പോൾ അവരോട് ചെറിയൊരു നീരസം ഉള്ളിലുണ്ട്. ആ നീരസം വെച്ചോണ്ട് വേറെ ഒരു വിഷയവുമില്ല. ആ നീരസം വെച്ചോണ്ട് ഈശോനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾക്കിപ്പോൾ ഈ പള്ളികളിലൊക്കെ
10 കിലോ തിരുവോസ്തിയല്ലേ ചിലവാകേണ്ടത്. എന്താണ് വെറുതെ വായി നോക്കിയിട്ട് എല്ലാം വന്ന് കുർബാന സ്വീകരിക്കുകയില്ലേ? 10 കൊല്ലം കുമ്പസാരിക്കാത്ത പേപ്പട്ടികളൊക്കെ വരുന്നുണ്ട്. ഞാൻ ചോദിക്കും എപ്പോഴാണ് കുമ്പസാരിച്ച് ചോദിക്കും. എനിക്ക് ആളെ കാണുമ്പോൾ പെശക് തോന്നി അപ്പോൾ ഒരു പണിയും നടക്കത്തില്ല. അപ്പം ചോദിക്കും എന്ന് കുമ്പസാരിച്ച് വണ്ടി വിട്ടേക്കാൻ പറയും. എന്താ അതിൽ ഈ ഉറുമ്പ് കൊന്നുകൊണ്ട് തീക്കട്ടെ അരിക്കരുതേ. ആൾക്കാരെ കാണിക്കാനും ബോധിപ്പിക്കാനും ഭാര്യനെ ഒപ്പിക്കാനും അമ്മനെ ഒപ്പിക്കാനും വേണ്ടി കാണിക്കണതാണ് കുമ്പസാരിക്കാതെ വന്ന് അഴുക്കായിട്ട് കുർബാന സ്വീകരിക്കണത്. അവനെൻ്റെ ശിക്ഷാവിധി തന്നെയായിരിക്കും പാലനം ചെയ്യണതെന്ന്. ചിലപ്പോൾ ലോകം മാറി കാണും, പക്ഷേ ദൈവത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. ലോകം ഇനിയും മാറും. പിതാവിൻ്റെ ഇഷ്ടം നിലവരുന്ന അവിടെ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ഇവിടെ എന്തായി പറയണത്? എനിക്ക് നീരസമുണ്ട്, അതുകൊണ്ട് നീരസം വെച്ചുകൊണ്ട് എനിക്ക് ഈശോനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് അഭിഷേകത്തിനോട് പറഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഓവർ, ഇറ്റ് ഈസ് ക്ലിയർ. പക്ഷേ ഇത് കഴിഞ്ഞ പേരിൽ അച്ഛൻ അവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തൊരു താത്വികമായിട്ട് ദൈവശാസ്ത്രം അറിയാവുന്ന വ്യക്തികളെപ്പോലെ ആ മനുഷ്യൻ പെരുമാറണത്. ഞാൻ ആ മകനോട് പറഞ്ഞ് അപ്പന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ വിളിച്ചാൽ കേട്ടാന്ന് പറഞ്ഞ്. അപ്പന് സംഭവിച്ചു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ വണ്ടി എടുത്ത് അപ്പം തന്നെ പോയി. എന്തിനാണെന്നറിയാമോ? ഈ കാലയെ തൊട്ടിട്ട്. കാര്യം ഈ മനുഷ്യൻ കെട്ടിയെടുത്ത് മുകളിൽ ചെല്ലുമ്പോൾ ചാവറച്ചനൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യും. ഈ കാലിന് വേണ്ടി കുറേ ജീവിച്ചതാണ് ഇവിടെ. മാർപ്പാപ്പ അറിയത്തില്ല, പക്ഷെ അറിയേണ്ട ആൾ അറിഞ്ഞോളൂ. ഈ ആളിന് വേണ്ടി 60 കൊല്ലം ജീവിച്ചതാണ്. സ്നേഹത്തോടെ, ക്ഷമയോടെ. ക്ഷമയെന്താ? വൈഫിനോട് ക്ഷമിച്ച് ജീവിക്കുക, അവസാന നിമിഷം വരെ ക്ഷമിച്ച് ജീവിക്കുക. എന്താ ക്ഷമയെന്ന് പറയണത്? സ്നേഹം പ്ലസ് സഹനം, ക്ഷമ. അല്ലാതെ മഹാത്മാഗാന്ധി പറഞ്ഞ ക്യാബേജ് ക്ഷമയൊന്നുമല്ല ക്രിസ്തീയ ക്ഷമയെന്ന് പറയണത്. അങ്ങനെ പച്ചക്കറി കഴിക്കണവന് എന്തും ക്ഷമിക്കാം, കാരണം അവൻ്റെ ബോഡി ഹോട്ടലല്ല. ആ ക്ഷമ വെജിറ്റബിൾ ക്ഷമയാണ്. ബൈബിൾ ക്ഷമ അതല്ല. ബൈബിൾ ക്ഷമ രക്ഷകൻ്റെ നാമത്തിൽ അവനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ക്ഷമിക്കണതാണ്. അവനോട് സ്നേഹത്തെ പ്രതി ക്ഷമിച്ചാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാകത്തില്ല. അവൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അവൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, എന്നും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോയുടെ നാമത്തിൽ ക്ഷമ. ഈ ക്ഷമയുടെ കൂടെ പ്രത്യാശ എന്ന സംഭവമുണ്ട്. എന്തിനാണ് ഈ മനുഷ്യനും വൈഫിനോട് രണ്ടാമത് വിവാഹം കഴിക്കാതിരുന്നത്, വ്യഭിചാരത്തിന് പോകാതിരുന്നത്? ഈ അന്ത്യനിമിഷം വൈഫ് വലിയ ഒരു കൊലപാതകം ചെയ്തിട്ടും അവരോട് ക്ഷമിച്ചുകൊണ്ടിരിക്കണത് എന്താ? മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. അതാണ് സംഭവം. എന്തുകൊണ്ടാണ് അങ്ങനെ ക്ഷമിക്കണത്? ഒരു പ്രത്യാശ അയാൾക്കുണ്ട്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിലാണ് പ്രത്യാശ ഉള്ളത്. നമ്മുടെയൊക്കെ ജീവിതം എന്താണ്? പ്രത്യാശയുടെ ജീവിതമാണ്. കർത്താവിനെ ഒരു ചീടത്തടിക്കുന്നവന് മഴ ചീട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ മണ്ടത്തരം, ഇതിനേക്കാൾ വലിയ മണ്ടത്തരം ഇതുണ്ട്. പക്ഷേ മണ്ടത്തരം ഉണ്ട്. ആർക്കാണ് മണ്ടത്തരം തോന്നുന്നത്? ജഡിക മനുഷ്യന്, ദൈവത്തെ അറിയാത്ത ജഡിക മനുഷ്യന് അത് മണ്ടത്തരമാണ്. കർത്താവ് എന്താ പറയണത്? നീ ഇപ്പം നിന്നെ അടിച്ചു, നീ തിരിച്ചടിച്ചു, പക്ഷേ അതോടുകൂടി നിനക്കും വൈരാഗ്യമായി. അപ്പം പിന്നെ എനിക്ക് ഇറങ്ങിപ്പോരേണ്ടി വരും. നിനക്കും വൈരാഗ്യമായാൽ പിന്നെ നിന്നിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, എനിക്കിറങ്ങി, അപ്പോൾ നഷ്ടമല്ലേ? പക്ഷെ നീ അത് ക്ഷമിച്ചു, എൻ്റെ നാമത്തിൽ ക്ഷമിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? കർത്താവിന് മുമ്പത്തേക്കാൾ പവർഫുള്ളായിട്ട് നിൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റും. അതെന്താ? പ്രത്യാശയാണ്. ആ പ്രത്യാശ എന്താണ്? ഞാൻ എൻ്റെ ഭർത്താവിനോട്, നാത്തിനോട്, അമ്മായിയമ്മയുടെ മരുമകളോട് അവർ നിലയും വിലയും ഇല്ല എന്നോട് പെരുമാറി എന്നെ കൊച്ചാക്കി ചീത്തയാക്കി മറ്റുള്ള മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഭിത്തിയെ ഒട്ടിക്കണ പോലെ നമ്മളെ ജീവിതം മാറ്റിക്കഴിഞ്ഞാലും ശരി, നമ്മൾ എന്തിനാണ് ക്ഷമിക്കണത്? ഈശോ പറഞ്ഞിട്ടില്ലേ, എന്തെങ്കിലും കുറവ് വന്നു പോയാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ബൈബിളിലെ ഏറ്റവും ശക്തമായൊരു വാക്കാണ് 10:35 ലൂക്കായുടെ സുവിശേഷം 10:35 എന്താ പറയണത്? ഒന്ന് പറഞ്ഞേ. എന്തെങ്കിലും കുറവ് വന്നു പോയാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ആരോട് പറഞ്ഞതാണ്? സമരിയാക്കാരനില്ലേ? സമരിയാക്കാരൻ്റെ കഥയിലുള്ള സംഭവമാണിത്. എന്താ സംഭവിച്ചിരിക്കണത്? അതായത് ഒരു മനുഷ്യൻ ജെറുസലേമും ജെറീക്കോയിലേക്ക് പോയി, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവിടെ കൂടി അയാളിങ്ങനെ പോയി അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്, മരിക്കാൻ കിടക്കുകയാണ്. ഒരു പുരോഹിതൻ കടന്നു പോയി മൈൻഡ് ചെയ്യില്ല. ഒരു ലേവായം കടന്നു പോയി മൈൻഡ് ചെയ്യില്ല. ഒരു വിജാതിയം വന്നു, സമരിയക്കാരൻ. അവൻ വന്നപ്പോൾ അവൻ കഴുതയെ നിർത്തിയിട്ട് ഈ മനുഷ്യനെ പൊക്കിയെടുത്ത് അവൻ്റെ മുറിവിൽ
എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി കഴുതപ്പുറത്ത് കെട്ടിയിരുത്തി. കഴുതപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനോർക്കും ഈ കഴുതപ്പുറത്തൊക്കെ എങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന്. ഞാൻ ഈ ശിവകാശിലെ കഴുതന്നെ കണ്ടിരിക്കണത്. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അത് കയറിയിരിക്കുമ്പോൾ തന്നെ അത് നടുവൊടിഞ്ഞു പോകും. പക്ഷേ ഈജിപ്തിൽ ചെന്നപ്പോൾ ഞാനൊരു കഴുതയെ കണ്ടു. എൻ്റെ അമ്മേ, ഒരു 4 അരിച്ചാൽ കൊണ്ട് പോവുകയാണ് കക്ഷി. ഇരുമ്പ് കാലാണെന്ന് തോന്നുന്നു എനിക്ക്. ഈജിപ്ഷ്യൻ കഴുത, ചാര നിറമാണ്, വയറിൽ വെള്ള, കാണാൻ ഭംഗിയാണ്. ഇത്രേ പൊക്കമുള്ളൂ, ഇതിനേക്കാൾ പൊക്കം കുറവാണ്. പട്ടിയേക്കാൾ കുറച്ചുകൂടി പൊക്കേ ഉള്ളൂ. ഈ പൊക്കം കാണും. പക്ഷെ അതിൻ്റെ പുറത്ത് അത് 4-5 അരിച്ച ഗോതമ്പ് ചാക്ക് വലിച്ചോണ്ട് ഓടണം. അതിൻ്റെ പവർ അതാ. അപ്പം അത്തരം ഒരു കഴുതയിൽ ഇയാൾ വരുന്നിട്ട് ഇയാൾ എണ്ണയും വീഞ്ഞും കെട്ടി ഈ മനുഷ്യനെ ചികിത്സിച്ചിട്ട് കഴുതപ്പുറത്ത് കയറ്റി കൊണ്ടുപോയൊരു സത്രത്തിലാക്കിയിട്ട് അവർക്ക് 2 ദിനാറ കൊടുത്തു, 2 സ്വർണ്ണ നാണയം കൊടുത്ത് പറയണേ, ഇയാളുടെ കാര്യം അന്വേഷിച്ചേക്കണം. ചികിത്സയിലും ഭക്ഷണത്തിലും എന്തെങ്കിലും കൂടുതൽ നിനക്കൊക്കെ ചിലവാകണമെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ഈ വഴി തന്നെ തിരിച്ചു വരും, അപ്പം തന്നോളാമെന്ന്. ആ നല്ല സമരക്കാരൻ്റെ കഥയിലെ നല്ല സമരക്കാരൻ ആരാ? ഈശോയാണ്. ഈശോ പറയുകയാണ് ശരിക്കും, മുറിവേറ്റ മനുഷ്യൻ നമ്മളാ. പാപത്തിൽ മുറിവേറ്റ മനുഷ്യൻ, ഈ ലോകത്തിൻ്റെ വഴിയോരങ്ങളിൽ കിടക്കുന്ന മനുഷ്യരാശിയുടെ പ്രതീകമാണ് അവൻ. അവനെ ചികിത്സിച്ചിട്ട് പറയുകയാണ്, അവനെ ആര് ചികിത്സിച്ചാലും എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കൂടെ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരുമെന്ന്. അതാണ് ലൂക്കാ 10:35. എന്തെങ്കിലും കൂടെ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരുമെന്ന്. എൻ്റെ മക്കളെ, ഇപ്പം തന്നെ മനസ്സിലായില്ലേ, ഈ ജീവിതത്തിൽ കൂടുതൽ ചിലവാകും. ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യം തന്നെ ഓർത്തിട്ടുണ്ട്. എൻ്റെ അപ്പൻ എന്നെ 2.5 കിലോമീറ്ററൊക്കെ നടന്ന് ചുവന്നുകൊണ്ട് പോകുമായിരുന്നു പണ്ടെനിക്ക് വരി വരുമ്പോൾ. അങ്ങനെയാണ് എന്നെ 5 വയസ്സ് തൊട്ട് വളർത്തിയത്. 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ, അത് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ വണ്ടി വന്ന് ഇന്നാളെ വന്ന്. അപ്പോൾ അവിടെ കൂടി നടന്നു പോകണമെങ്കിൽ അല്ലെങ്കിൽ വള്ളവും ആളും വിളിക്കണം. ചിലപ്പോൾ കാശുണ്ടാകത്തില്ല, ചിലപ്പോൾ വള്ളത്തിന് ആളെ കിട്ടത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കും. ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൻ എന്നെ എടുത്ത് കിതക്കണത്. അപ്പം വിയർത്ത് കിതക്കും. പിന്നെ എന്നെ നിർത്തും അവിടെ. പിന്നെ അപ്പനും മാറി തെങ്ങും ചാരി നിൽക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അപ്പനൊന്ന് ആശിക്കും, പിന്നെ എന്നെ എടുക്കും. എനിക്കൊരടി നടക്കാൻ പറ്റണില്ലല്ലോ. അങ്ങനെ എടുത്തും കിടത്തിയും നടത്തിയൊക്കെ വളർത്തിയതാ. പക്ഷേ അപ്പന് ഒരു നാരങ്ങ വെള്ളം കൊടുത്ത് ഞാൻ വളർന്ന് വലുതായത് അപ്പൻ കണ്ടില്ല. എൻ്റെ 10ാം ക്ലാസ് വെച്ച് അപ്പൻ ഈശോ വിളിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ ഇന്ന് കടക്കാരനാണ്. ഞാൻ ഇടയ്ക്കിരുന്ന് ഇടത്ത് വിഷമിക്കും. അപ്പൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. അപ്പന് എന്നെക്കൊണ്ട് ഒരു നാരങ്ങ വെള്ളക്ക് പോലും പ്രയോജനം ഇല്ലാതെ വന്നില്ല എന്ന്. അപ്പം ഞാൻ കർത്താവ് പറഞ്ഞ വാക്കോർക്കും. എന്നെ വളർത്തിയതിൽ അപ്പന് കൂടുതൽ ചിലവായി. എൻ്റെ കർത്താവിൻ്റെ തിരിച്ചുവരവിൽ അപ്പനത് കൊടുത്തേക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവവേദലെ, ഈശോയിൽ നിന്ന് നിങ്ങളിപ്പോൾ പറയണത് എന്താ? നിങ്ങൾ കൊടുത്ത പോലെ തന്നെ മകൾ തന്നില്ല, നിങ്ങൾ കൊടുത്ത പോലെ അയൽവാസികൾ തന്നില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, അവളിൽ യൂട്രസിൻ്റെ ഓപ്പറേഷനായിട്ട് ആശുപത്രി കിടക്കുകയായിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സൂചി നൂലും പോലെ നിൽക്കുകയായിരുന്നു. ഞാൻ കിടന്നപ്പോൾ ഒരു പട്ടിയും വന്നില്ല. ഞാൻ എൻ്റെ അടിച്ചതിൻ്റെ അകത്ത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ പറയണ മനുഷ്യരില്ലേ? ഈ ഭൂമി വെച്ച് ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടുതൽ ചിലവാകും. അപ്പം നമുക്ക് ഒരൊറ്റ വാക്കും വിശ്വാസമേ ഉള്ളൂ. എന്താണ്? നമ്മളോട് നമ്മുടെ ആൾ പറഞ്ഞിട്ടുണ്ട്, എന്താ? ഞാൻ തിരിച്ചു വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ മകളോടായാലും അപ്പനോടായാലും അയൽവാസികളോടായാലും നീ അധ്വാനിക്കുന്നതിന് ഒപ്പം നിനക്ക് കിട്ടിക്കാണത്തില്ല. നിനക്ക് നിരാശ, സങ്കടമുണ്ട്, വൈരാഗ്യമുണ്ട്, മത്സരമുണ്ട്, പകയുണ്ട്. എല്ലാം കളമോളെ, എല്ലാം കളമകനെ. ഈ കൃപയുടെ അഭിഷേക സമയത്ത് എൻ്റെ തിരിച്ചുവരുമെന്ന് ഓർക്കി. ഞാൻ ഓർക്കും, കർത്താവേ, മുഹമ്മദ് നബിയുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, സ്വാമി പരമഹംസനുണ്ട്, ആളദൈവങ്ങളുണ്ട്. ഈ ഇരുട്ടിൽ എന്തെല്ലാം മനുഷ്യരാണ് കുത്തിയിരിക്കുന്നത്. പക്ഷേ മനുഷ്യരാശി ചങ്കുറപ്പോടെ തിരിച്ചു വരും എന്നൊരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. കൈ അടിച്ച് കർത്താവ് എന്തിന് ക്ഷമിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. കൂടുതൽ ചെലവായത് കൊണ്ടല്ലേ നമ്മൾ പരിഭവപ്പെട്ടിരിക്കണത്. ഒരു കോളേജ് പ്രൊഫസർ കൗൺസിലിന് വന്നപ്പോൾ ബ്രദർ പറഞ്ഞു, അപ്പനോട് പരിഭവം ഉണ്ടല്ലേ, അപ്പനോട് മിണ്ടണില്ലല്ലേ? അപ്പനോട് പരിഭവമുണ്ട്. കോളേജ് പ്രൊഫസറാണേ. അപ്പം കൗൺസിലിന് വന്നപ്പോൾ ബ്രദർ ചോദിച്ചതാണ്, അപ്പനോട് പരിഭവം ഉണ്ടല്ലേ, അപ്പനോട് മിണ്ടണില്ലല്ലേ? അപ്പനോട് പരിഭവമുണ്ട്. അപ്പനെ മിണ്ടിയിട്ട് കുറേ നാളായി.
എന്താണെന്ന് ഇപ്പോൾ ഈശോ പറയണ്ടേ? എന്താണ് പരിഭവിപ്പിച്ചിരിക്കണമെന്ന് ഈശോ പറയണ്ടെന്ന്? തേങ്ങാ പ്രശ്നമല്ലേ? അതെന്താണ് സംഭവം? ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി സൂപ്പറാണെന്ന്. നമ്മുടെ ആത്മാവിൽ നടക്കുന്ന ഓരോ കാര്യവും ഇത്രയും കൃത്യമായിട്ട് എങ്ങനെയാണ് ഈശോയുടെ ബന്ധത്തിൽ വ്യക്തമാക്കണത്? അതായത് ചേട്ടാനിയന്മാർ അപ്പന് 4 മക്കളാണ്. മൂത്തവൻ കെട്ടി, മൂത്തവൻ്റെ രീതി അനുസരിച്ച് അവൻ പോയി സെറ്റിൽ ചെയ്തു. പിന്നെ ഒരുത്തൻ പ്രൊഫസറായി. 3 മക്കൾ. വേറെ ഒരുത്തന് ജോലി ചെയ്യില്ല. അവന് ആദ്യമൊക്കെ അപസ്മാരമായ നിലങ്കാര ചുമ ഏതാണ്ടൊക്കെ വന്നവന് പഠിക്കാനൊത്തില്ല. ഇളയവന് പഠിക്കാനൊത്തില്ല. ഇളയ നടുത്തവൻ പഠിച്ച് പ്രൊഫസറായി. പക്ഷേ പാകോടമ്പടി വന്നപ്പോൾ അപ്പനാ. പക്ഷേ അപ്പം പറഞ്ഞ് ഞങ്ങൾ ഇളയ മകൻ്റെ കൂടെ, അവനാണ് രോഗി, ഞങ്ങൾ ഇളയ മകൻ്റെ കൂടെ താമസിക്കണത്. അത് ഞങ്ങളുടെ ജീവൻ ആവശ്യം ഇളയ മകൻ്റെ കാര്യം. അവന് രോഗവും കാര്യമാണ്. അവൻ ഒരിടത്ത് എത്തിയില്ല, അവൻ പഠിച്ചുമില്ല. ആ ഒറ്റ കാര്യം മതി. പിന്നെ ഈ പ്രൊഫസർ അപ്പനോട് മിണ്ടത്തില്ല. പ്രൊഫസറിനും ഭാര്യയ്ക്കും നല്ല ശമ്പളമാണ്. അന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപ അടുത്ത് കിട്ടും. എന്നിട്ട് 5 തേങ്ങ അപ്പൻ്റെ കുറഞ്ഞപ്പോൾ അപ്പനോട് മിണ്ടണില്ല. ഇവിടെ പരിശുദ്ധാനം വർക്കൗട്ട് ചെയ്തത്, നിങ്ങൾക്ക് ആരോടെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ അപ്പനോടായാലും അമ്മയുടെ ആയാലും അയൽവാസിയുടെ ആയാലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പ്രത്യാശ വേണം. എന്തെങ്കിലും പറഞ്ഞ് അപ്പനോട് മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല, നാത്തിനോട് മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല, അയൽവാസിയോട് മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല. ഞാൻ തിരിച്ചു വരും. നമ്മമ്മർ ചെയ്താൽ മതി, കണ്ടാൽ മതി. ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം, മറ്റത് വിട്ടേക്കാൻ പറയും. മക്കളെ, സുവിശേഷ കൃപാഭിഷേകത്തിന് മുമ്പ് നിൻ്റെ പരാതികളും പരിഭവങ്ങളും നീ വിടണം, മനസ്സിൽ നിന്ന് കളയണം. കർത്താവിനോട് നേരത്തെ കർത്താവെ വിട്ട്, അല്ലയോ ഗലീലരെ, എന്തിനാ ചുമ്മാ മേലോട്ട് നോക്കി നിൽക്കണത്? കഥ അറിഞ്ഞിട്ടാണ് നോക്കി നിൽക്കണത്. നിങ്ങൾ കാണുന്ന ആ ഈശോ ഇല്ലേ, അവൻ പോയതുപോലെ തിരിച്ചു വരും. 1:11 നടപടി പുസ്തകം 1:11. അല്ലയോ ഗലീലരെ, എന്തിനു മേലോട്ട് നോക്കി നിൽക്കുന്നു കഥ അറിയാതെ? നിങ്ങൾ ഇപ്പോൾ സ്വർഗാരോപണം ചെയ്ത ഈശോ അവൻ പോയതുപോലെ തിരിച്ചു വരും. ചുമ്മാ വെറും കൈയോടെ തിരിച്ചു വരത്തില്ല. വെറും കൈയോടെ തിരിച്ചു വരത്തില്ല. അവൻ ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെറും കൈയോടെയല്ല തിരിച്ചു വരണമെന്ന്. എന്താ? കൂടുതൽ ചിലവായതിന് പ്രതിസമ്മാനം നൽകാൻ വേണ്ടിയാണ് തിരിച്ചു വരണത്. ഒരു പ്രഭു രാജപദവി സ്വീകരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. ഒരുത്തിന് 5, ഒരുത്തിന് 2, ഒരുത്തിന് 1 തലന്തിൽ കൊടുത്തിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യാൻ പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാർ അവനെ വെറുത്തിരുന്നു. അവൻ വിദേശത്തേക്ക് പോയി. പക്ഷേ വെറുത്തിട്ടും രാജപദവി സ്വീകരിച്ച് അവൻ തിരിച്ചു വന്നു. അപ്പൻ്റെ അടുത്ത് പോയ കഥയാണ് പറയണേ. ആള് രാജപദവി സ്വീകരിക്കാൻ വേണ്ടി അപ്പൻ്റെ അടുത്ത് പോയ കഥയാണ് പറയണത്. തിരിച്ചു വരും മകനേ എന്ന്. അവൻ മാനവേഗങ്ങൾ മഹത്വരാജന എഴുന്നള്ളി വരും. അവൻ തിരിച്ചു വരും. അപ്പോൾ 5 താലന്ത് കൊടുത്തവനോട് പറയും, വേർ ഇസ് യുവർ ടാലന്റ്? അപ്പോൾ അവൻ പറയും, യജമാനെ 5 തന്ന് 5 കൂടി നേടിയിരിക്കുന്നു. വേറെ വേർ ഇസ് യുവർ ടാലന്റ്? യജമാനെ 2 തന്നത് 2 കൂടി നേടിയിരിക്കണം. വേറെ ഒരുത്തം വന്നിട്ടും പറയും, നീ വിതക്കാത്ത കൊയ്യുന്നവനും വെക്കാത്ത എടുക്കുന്ന നിർദ്ദയനായ മനുഷ്യനായിരുന്നു. എനിക്ക് നിന്നെ പേടിയായിരുന്നു. ഞാൻ നിൻ്റെ താലന്ത് മണ്ണി കുഴിച്ചിട്ടു, ഇതാ നിൻ്റെ താലന്ത്, എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ പറയും. അപ്പോൾ യജമാനൻ പറയും 12 ലൂക്ക 19:12 ലൂക്ക 19:12 ഇതാ നിൻ്റെ താലന്ത്. ആ 1 താലന്ത് കിട്ടിയ ആളെ അതുകൊണ്ട് ഒന്നും ചെയ്തില്ലല്ലോ. അവനോട് കർത്താവ് പറയണ എന്താ? അവിശ്വസ്തനായ ഭൃത്യന, നിന്റെ വാക്കുകൊണ്ട് തന്നെ ഞാൻ വിധിക്കും. അവളിൽ നിന്ന് അതെടുത്ത് ഉള്ളവന് കൊടുക്കാൻ പറയും. യജമാനൻ തിരിച്ചു വന്നെ എന്തിനാ? ഇല്ലാത്തവനിൽ നിന്നുള്ളത് കൂടി മേടിക്കാൻ എന്നതാ. അപ്പോൾ നമുക്ക് ഉള്ളവരായിട്ടിരിക്കാം. കർത്താവിൻ്റെ തിരുസനെ തിരിച്ചു വരുമ്പോൾ എല്ലാവരോടും ക്ഷമിക്കും. ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ അത് സഹോദരങ്ങൾക്കായാലും സഹപ്രവർത്തകർക്കായാലും മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും ആളെ കൊണ്ടായാലും അർത്ഥം കൊണ്ടായാലും എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ തിരിച്ചു വരണത് എൻ്റെ കർത്താവ് തിരിച്ചു വരുമ്പോൾ എനിക്ക് തരുമെന്ന്. അതാണ് 10:35. അതാണ് ലൂക്കാൻ്റെ സുവിശേഷം. എന്തെങ്കിലും കൂടി ചിലവായാൽ തിരിച്ചു വരുമ്പോൾ തരും. ആ തിരിച്ചു വരവാണ് നമ്മുടെ പ്രത്യാശ.
പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ റോമ 5:5 ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മൾക്കെന്തെങ്കിലും കുടിശ്ശിക ഉണ്ടെങ്കിൽ, കടപ്പാടുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കാതെ, അവരെ അതിൻ്റെ പേരിൽ മിണ്ടാണ്ട് നടക്കാതെ, വൈരാഗ്യത്തോടെ സൂക്ഷിക്കാതെ, യു മസ്റ്റ് സീക്ക് ഫ്രം ജീസസ്. കർത്താവിനൊക്കെ നമ്മൾ പറഞ്ഞു, അവൻ തരുമ്പോൾ ഇങ്ങനെ തരും, അമർത്തി കുലുക്കി നിറച്ചളന്ന്. ലുക്ക 6:36 നിന്റെ മടിയിലേക്ക് ചൊരിയും. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെബ്രായർ 11:35. ഹെബ്രായർ 11:35. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. പ്ലീസ് ലിസൺ. ഹെബ്രായർ 11:35. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുത്ഥാനം, ഏറ്റു പറഞ്ഞേ, മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. അപ്പോൾ ഹെബ്രായ 11:30 എന്താ പറയണത്? മെച്ചപ്പെട്ട പുനരുദ്ധാനം ക്രിസ്ത്യാനി ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. ഈ നമ്മളിപ്പോൾ സെക്കൻഡ് PDCയുടെ റിസൾട്ട് വരാൻ പോകുന്നു. SSLC റിസൾട്ട് വന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണത് എത്ര A+ കിട്ടിയെന്നാണ് ചോദിക്കണത് അല്ലേ? ജയിച്ചാൽ തോറ്റാന്നല്ല, എല്ലാവരും ജയിക്കുന്നുണ്ടല്ലോ. കാര്യം ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ബ്രില്യൻ്റാണ്. ഇനി വരാൻ പോകുന്ന പിള്ളേർ ഇതിനേക്കാൾ ബ്രില്യൻ്റ് ആയിരിക്കും. കാരണം പഠിക്കുന്നതിന് ആർക്കും അത്രയ്ക്ക് വലിയ മുമ്പത്തോളം ബുദ്ധിമുട്ടില്ല. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്നത്, ഞങ്ങളുടെ തലമുറയിലും അതിനു മുമ്പ് തലമുറയിലും അത്രയും ഇന്നത്തെയും പോലെ ഇൻ്റലിജൻസ് ബുദ്ധി അത്രയും ഷാർപ്പല്ലായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ 3 വയസ്സുകാരൊക്കെ 3 വയസ്സ് ഫേസ്ബുക്കിൽ കാണിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനോട് 2 വയസ്സുള്ള കുഞ്ഞിനോട് 3 വയസ്സുള്ള കുഞ്ഞിനോട് നാമം ചെല്ലാൻ പറഞ്ഞു. കൊച്ചു നിലവിളക്ക് എടുത്ത് വെച്ചിട്ട് നാമം ചെല്ലുകയാണ്. നാമൊക്കെ ചെല്ലിക്കുന്നത് കുറച്ച് അച്യുതൻ കേശവൻ രാമനാരായണൊക്കെ കൊച്ചു പറയുന്നുണ്ട്. അതിന് കഴിഞ്ഞിട്ട് പിന്നെ ജിമിക്ക് കമ്മൽ പാടണം കിടന്നുണ്ട്. പിന്നെ കൊച്ചിന് വായി തോന്നിയൊക്കെ പാടുകയാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ കമൻറ്റ്, ഇത് 1.5 നാമം ജപിക്കലായിപ്പോയി. പക്ഷേ എന്നാലും 3 വയസ്സുകാരത്തെയാണെങ്കിലും ആ നാമം ജപിച്ച് വെച്ചു. പിന്നെ അവൾക്ക് കിട്ടിയ അവൾക്കറിയാവുന്ന എല്ലാ പാട്ടും, സിനിമ പാട്ടും അവിടെ ഈ നിലവിളക്ക് മുമ്പിൽ നിന്ന് പാടും. അത് ഭയങ്കര കമൻറ്റും ഭയങ്കര വൈറലുമാണ് സാധനം. ഭയങ്കര ബുദ്ധിയാണ് പിള്ളേർക്ക്. അത് കാരണം എല്ലാം ജയിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കണ ചോദ്യം എന്താ? എത്ര A+ എന്നാണ്? A+ഉം B+ഉം ഒക്കെ പുനരുദ്ധാനത്തിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ വചനം പറയണത്. ഹെബ്രായർ 11:35 എന്താ പറയണത്? മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി. ഒന്ന് പറഞ്ഞേ. മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി അവർ സഹനങ്ങളിൽ തന്നെ സഹനങ്ങളിൽ നിന്ന് കുതറി മാറാൻ ആഗ്രഹിച്ചില്ല. അപ്പം ചില സഹനങ്ങളെ, വലിയപ്പച്ചൻ്റെ കാര്യം കണ്ടില്ലേ? അയാൾ ആ സഹനത്തിൽ നിന്ന് കുതറി മാറി വേറെ രജിസ്റ്റർ, ഇവളെ ഉപേക്ഷിച്ചിട്ട് വേറെ രജിസ്റ്റർ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചില്ല. 60 കൊല്ലവും അവരെ കൊണ്ടുകൂടെ നിന്ന് ജീവിച്ചു. ക്രിസ്തു എന്ന് പറയണത് ഞാൻ കർത്താവേ, നീ ഇല്ലെങ്കിൽ ജീവിതത്തിന് എങ്ങനെ അർത്ഥം ഉണ്ടാകും? ക്രിസ്തു ഇപ്പം എന്താ സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പള്ളികളിലൊന്നും ഇപ്പം പുനരുദ്ധാനമൊന്നും പറയണില്ലല്ലോ. നിങ്ങൾ നോക്കിയാൽ പള്ളിപ്രസംഗത്തിലൊക്കെ മുഴുവനും പഴയതുപോലെ തത്തമ്മയും കുറുക്കത്തിൻ്റെയും കഥകളും യുഷോപ്പ് കഥകളും തന്ത്രക്കഥകളല്ലേ പറയണത്. യഥാർത്ഥത്തിൽ ആരാണ് പുനരുദ്ധാനം പറയണത്? പാപവും പുനരുദ്ധാനവും ധ്യാനകേന്ദ്രം അതേ പറയുന്നുള്ളൂ. ഞാനിത് കണ്ടിട്ടുള്ള ഓരോ അച്ഛന്മാരുടെ പെരുന്നാൾ പ്രസംഗത്തിനൊക്കെ പള്ളി പിടിച്ചു പറഞ്ഞാൽ ഇവർ കഥ പറഞ്ഞു കൂട്ടണുണ്ട്. ഒരിക്കലും കാമ്പെ തൊടത്തില്ല, തൊലിപ്പുറത്ത് കൂടി പോണ കാണാം. ഒരിക്കലും കാമ്പ അതായത് മനുഷ്യനെ അറിയണം. മെച്ചപ്പെട്ട പുനരുദ്ധാനം ആദിമസഭ ഒരു പള്ളി പ്രസംഗിക്കാൻ കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ വയ്ക്കുകയാണ്, ജീസസിൻ്റെ പരസ്യ ജീവിതകാലം എങ്ങനെയായിരുന്നു. ഒരു പുസ്തകം വായിച്ചുകൊണ്ട്, ഒരു യോഗിയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കക്ഷി, ജീസസിൻ്റെ രഹസ്യ ജീവിതകാലം എങ്ങനെയായിരുന്നെന്ന്. അപ്പോൾ യോഗി പറഞ്ഞിരിക്കണ വേദപ്രമാണം. ഞാൻ പറഞ്ഞ അച്ഛാ,
അവർ ബിലീഫ് ഈസ് ബിലീഫ് ഓഫ് ഓൾഡ് ചർച്ച്, പ്രിമിറ്റീവ് ചർച്ച്. അപ്പോസ്തലന്മാർക്ക് ഈശോ ആരായിരുന്നു? ആദിമസഭയ്ക്ക് ഈശോ ആരായിരുന്നു? അല്ല വല്ല പ്രാന്തന്മാർക്കും പൊട്ടന്മാർക്കും ഈശോ ആരാണെന്ന് അച്ഛൻ തിരക്കണത്. ഇതാണ് അവസ്ഥ. ഞാനിവിടെ സംസാരിച്ചിട്ട് പോകുന്നു. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പായിരുന്നു ഞാൻ പറഞ്ഞു ആദിമസഭയ്ക്ക് ഈശോ ആരായിരുന്നു? ആദിമസഭയ്ക്ക് ഈശോ ആരായിരുന്നു? അപ്പോസ്തലന്മാർക്ക് ഈശോ ആരായിരുന്നു? മറ്റൊരു രക്ഷയില്ല. പത്രോസ് പറഞ്ഞില്ല, എൻ്റെ പെടലി എടുത്താൽ ഞാൻ പെടലി പറയും ജീസസ് ഇസ് ദ ലോർഡ്, കർത്താവാണ്, യേശുവാണ് കർത്താവെന്ന്. മറ്റൊരു രക്ഷയില്ല. ആകാശ ഭൂമിക്ക് മറ്റേ മനുഷ്യന് രക്ഷ നൽകാൻ സിംഗിൾ നെയിം ഇസ് ഗിവൺ, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന് നാമം മാത്രം. ഇപ്പം പറയുന്നത് എന്താണെന്ന് അറിയാവോ? ആദിമസഭ പറയണേ, അവർ പറയണേ മെച്ചപ്പെട്ട പുനരുദ്ധാനം. ഞങ്ങൾക്കിങ്ങനെ C+ പുനരുദ്ധാനം വേണ്ട, ഞങ്ങൾക്ക് B+ പുനരുദ്ധാനം വേണ്ട, ബി മസ്റ്റ്, എല്ലാത്തിനും A+ പുനരുദ്ധാനം വേണമെന്ന് പറയണത്. മെച്ചപ്പെട്ട പുനരുദ്ധാനം നേടാൻ വേണ്ടി സഹനങ്ങളിൽ നിന്ന് കുതിരി മാറാൻ ദേ ആർ നോട്ട് റെഡി ആയില്ലെന്ന്. ഒരു സഹനങ്ങളിൽ നിന്നും കുതിരി മാറാൻ ദൈവം നമുക്ക് നൽകുന്ന സാഹചര്യങ്ങൾ കർത്താവിൻ്റെ സഹനത്തിൻ്റെ ഇവിടെ കൂട്ടിവെക്കണമെന്ന് ഇന്നലെ പറഞ്ഞില്ലേ? കർത്താവ് എന്താ പറഞ്ഞത്? യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവം എന്ന പോരായ്മ, കൊളോസ്യസ് 1:24, യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവം എന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഇന്നലെ എന്താ പരിശുദ്ധാത്മ പറഞ്ഞത്? മകനെ, ശരിയാണ് പൗലോസ് പറഞ്ഞത്. മനുഷ്യ നിലയിൽ ഈ ലോകത്തിന് മുഴുവൻ പാപങ്ങൾ നിത്യതയിലേക്ക് പരിഹരിക്കപ്പെടാൻ വേണ്ടി എൻ്റെ പീഡാനുഭവങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ആ കുറവ് നികർത്താതിൻ്റെ നീയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മകനെ ഞാൻ തായ്തടിയാണ്, നീ ശാഖയാണെന്ന്. പഴയ നിയമത്തിൽ പിതാവിൻ്റെ ആത്മാവ് പറഞ്ഞത് അമ്മയും കുഞ്ഞുമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്നാണ് പറഞ്ഞത്. അമ്മ നിൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല. അപ്പോൾ മകനെ, ഞാൻ പറഞ്ഞത് എന്താണ്? അമ്മയും കുഞ്ഞുമാണെങ്കിൽ രണ്ടും രണ്ടാണ്. ഞാൻ തായ്തടി, നീ ശാഖയായതുകൊണ്ട് നമ്മൾ ഒന്നാണ്. എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ സഹനം കൊണ്ട് പരിഹരിച്ചാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരും. അതാണ് കൃപ, അതാണ് മെച്ചപ്പെട്ട പുനരുദ്ധാനം. കൈ അടിച്ചു യോഹന്നാൻ തുടങ്ങണ എന്താ പറയണത്? യോഹന്നാൻ പറയണത് വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ അവസാനം പറയും യേശുക്രിസ്തുവിലേക്ക് വന്നിട്ടും പറയും കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി എന്നല്ലേ പറയണത്? യോഹന്നാൻ 1:17 ഏറ്റു പറഞ്ഞേ, കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ അതൊക്കെ മുമ്പ് എന്താണ്? ഉണ്ടായില്ലേ? ഇല്ല, അനുഗ്രഹം ഉണ്ടായി. അത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ച കാലം വരെ അനുഗ്രഹമുണ്ട്, പക്ഷെ കൃപയില്ല. എന്താ കൃപയില്ലായിരുന്നത്? കൃപ ഉണ്ടാക്കാൻ ആളില്ലായിരുന്നു. കൃപ ആരാണ് ഉണ്ടാക്കിയത്? അവനാണ് യോഹന്നാൻ 1:17 പറയണത്, കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. എങ്ങനെ ഉണ്ടാക്കിയതാ? പിതാവിൻ്റെ പ്രസാദമാണ് കൃപ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഈശോയെ കണ്ടോണ്ടല്ലേ അപ്പം പറഞ്ഞത്? മത്തായി 12:18 ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഒന്ന് പറഞ്ഞേ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുത്ത ദാസനിലെ പിതാവിൻ്റെ ആത്മാവ് പ്രസാദിക്കാൻ കാരണമെന്താ? പിതാവിൻ്റെ പ്രസാദത്തിനാണല്ലോ കൃപയെന്ന് പറയണത്. കൃപയെന്ന് പറയുന്നത് എന്താണ്? പിതാവിൻ്റെ പ്രസാദത്തിനാണ്. അത് അവനിലാണ് പ്രസാദിച്ചത്. അവനിൽ പ്രസാദിക്കാൻ കാരണം എന്താണ്? അവൻ പകർത്തിയ ദൈവമായിരിക്കവേ ദൈവത്തോട് സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. ഫിലിപ്പിയർ 2:7 അവൻ പകർത്തിയ ദൈവമായിരിക്കവേ ദൈവത്തോട് സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അവൻ ദാസനായി കുരിശുമരണത്തോടും തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ ഒറ്റധികം ഉയർത്തി. കൃപയാൽ ആണ് ഈശോനെ ഉയർത്തിയെങ്കിൽ. അതുകൊണ്ടാണ് വചനം പറയണത്, സങ്കീർത്തനം 46 പ്രകാരമുള്ള ഹനനയാഗങ്ങളിൽ, ഹോമയാഗങ്ങളിൽ ഞാൻ സമൃദ്ധനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ ഇതാ ഞാൻ വരുന്നു. എന്തിനാ? മനുഷ്യൻ ചെയ്ത പാപത്തിന് വേണ്ടി, മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യൻ്റെ ശരീരത്തിൽ അവൻ ശിക്ഷ വിധിച്ചു. റോമ 3:8
അവൻ പാപത്തിൽ ഈ ശരീരം ശിക്ഷ വിധിച്ചപ്പോൾ അപ്പൻ്റെ മനസ്സ് കുളിർപ്പിക്കാൻ നീതി നിറവേറ്റാൻ വേണ്ടി മനുഷ്യൻ്റെ മുഴുവൻ പാപത്തിന് വേണ്ടി മനുഷ്യ പ്രകൃത്യാമ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാധാനം മുറുകെ പിടിക്കുന്ന കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി തന്നെ താഴ്ത്തിയപ്പോൾ കുരിശ് മരണത്തോളം തന്നെ താഴ്ത്തിയപ്പോൾ അപ്പൻ അവനെ പ്രസാദിച്ചു. അങ്ങനെയാണ് അവൻ വഴി കൃപയുണ്ടായത്. അതാണ് യോഹന്നാൻ പറയുന്നത് 1:17 യേശു ക്രിസ്തു വഴി കൃപയുണ്ടായി. കൈ അടിച്ചു കർത്താവ് ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ പിതാവിൻ്റെ പ്രസാദമാണ് കൃപയെന്ന് 12:18 പറഞ്ഞില്ലേ? ആ പ്രസാദം, പിതാവിൻ്റെ പ്രസാദം ഈശോയ്ക്ക് മാത്രം കിട്ടിയ കാരണം എന്താണെന്ന് സങ്കീർത്തനം 40:6 പറഞ്ഞില്ലേ? ഈശോയാണ് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി ദൈവത്തോടുള്ള സമാധാനം മുറുകെ പിടിക്കുന്ന കാര്യമായി പരിഗണിക്കാതെ ദാസനായി കുരിശുമുള്ളതോട് തന്നെ താഴ്ത്തിയത് കൊണ്ടാണ് പിതാവ് അവനെ പ്രസാദിച്ച് അവനെ ഉയർത്തിയത്. കൃപ നമ്മളെ ഉയർത്തും. അതുകൊണ്ട് യേശു ക്രിസ്തു വഴി കൃപയുണ്ടായത്. അതുകൊണ്ട് ഈശോ പറയും, യേശുവിൻ്റെ അക്കൗണ്ടിലാണ് കൃപ. ആ കൃപ നമ്മളിലേക്ക് വരണത് എങ്ങനെയാണ്? ആ കൃപ എങ്ങനെയാണ് നമ്മളിലേക്ക് വരണത്? കൃപ എന്താണെന്ന് ആദ്യമേ പറഞ്ഞു. 2 Corinthians 12:10 കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞു. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരണത് എങ്ങനെയാണ്? അവൻ്റെ നാമത്തിൽ, ഈശോൻ്റെ നാമത്തിൽ. കാര്യം അവൻ്റെ നാമത്തിലാണ് കൃപ, അവൻ്റെ പേരിലാണ് കൃപ. അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ അവൻ്റെ നാമത്തിൽ അവൻ ചെയ്ത ജോലി ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് സഹനമാകാം, ക്ഷമയാകാം, സൗമ്യതയാകാം. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം പ്ലസ് സഹന, ക്ഷമ. ക്ഷമിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും ക്ഷമയുടെ പേരിൽ ആർക്കെങ്കിലും സമാധാനം കൊടുത്തു കഴിയുമ്പോൾ, പക മാറ്റി കഴിയുമ്പോൾ അത് അവൻ്റെ നാമത്തിലാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാൻ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞു മത്തായി 10:42. ഈശോയുടെ നാമത്തിൻ്റെ പവർ അതാ. പത്രോസ് പറഞ്ഞല്ലോ, പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്ക് വേണമെന്നുമില്ല, ബട്ട് ഐ വിൽ ഗീവ് യു വൺ. എന്താണ്? ഞാൻ നിനക്കൊന്നു തരാം. അതെന്താണ്? കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ മുടന്തൻ എഴുന്നേറ്റ് നടന്നു. മുടന്തൻ എഴുന്നേൽപ്പിച്ച് നടക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമെങ്കിൽ ആ നാമത്തിൻ്റെ കരുത്തെങ്ങനെ വന്നതാണ്? ആ കരുത്ത് കൃപയുടെ കരുത്താണ്. കൃപ കരുത്താണ് മക്കളെ. ആ കൃപ നമ്മളിലേക്ക് വരണത് എങ്ങനെയാണ്? നമ്മളത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ്. നിൻ്റെ സഹോദരനായാലും ശരി. ഇനി ചിലരോട് പറയും, ചില കാശൊക്കെ വിസ തട്ടിപ്പിൽ കുടുക്കി നിങ്ങളെ വഞ്ചിച്ച് ഡിസിപ്പ് ചെയ്ത് നിങ്ങളെ ഫ്രോഡ് പണി കാണിച്ച് നിങ്ങൾ ഫേക്കായിട്ടുള്ള ആൾക്കാർ നമ്മളെ വീണ്ടും വഞ്ചിക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു വിട്ട് കളഞ്ഞേരേ, അത് ഉപേക്ഷിച്ച് 5 ലക്ഷം വരെ ഉപേക്ഷിക്കുക, അത് കിട്ടത്തില്ല. പക്ഷെ പരിഭവം വേണ്ട, പരാതി വേണ്ട. 10 ലക്ഷം കർത്താവിന് മേടിക്കും നമ്മൾ. എന്തിനാണ്? ചില സമയത്ത് അപ്പോൾ കർത്താവ് ചോദിക്കും, ക്യാഷ് വേണം കൈൻഡ് വേണമെന്ന് ചോദിക്കും. ക്യാഷ് വേണമെങ്കിൽ റെഡി ക്യാഷ്, പക്ഷെ കൈൻഡില്ല. അപ്പോൾ എന്താ കാര്യം? കൈൻഡ് കൃപയാണ്. കൃപ ആത്മാവിൻ്റെ കൂടിയാണ്. ഗലാത്യർ 6:19, ഫിലിമോൻ 1:25. ഈ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന്. അത് ശരീരത്തിൻ്റെ കൂടെയല്ല. ശരീരത്തിൻ്റെ കൂടെ കിട്ടുന്നത് അനുഗ്രഹമാണ്. അത് മരിക്കുമ്പോൾ അത് തീരും. ഭൗതികമായ കാര്യമാണ്. മണ്ണോട് മണ്ണ് ചേരും. ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ അത് ആത്മാവിലാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ, എന്നിൽ വിശ്വസിച്ച് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ കൃപയൊഴുകും. ശ്രുതികട ഹല്ലേലൂയ. മക്കളെ, കൃപ ഓരോ വിഷയത്തിലും നമ്മൾ കൃപ ടാപ്പ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് ഭൗതികമായ ചിലപ്പോൾ ക്ഷമ കൊണ്ട്, ദയ കൊണ്ട്, നന്മ കൊണ്ട്, വിശ്വസ്തത കൊണ്ട് നിങ്ങൾ എന്ത് നേടുമെന്നാണ് വിചാരിക്കണത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളല്ലേ? ഗലാത്യർ 5:22-23 എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ആത്മസംയമനം കൊണ്ട് എന്ത് നേടും? നമുക്ക് നഷ്ടമാണ്. നമ്മൾ പക്ഷേ ഭൗതികമായി നഷ്ടം, പക്ഷേ ദൈവത്തെ ലാഭം. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ ആത്മസംയമനം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനമായ ക്ഷമ, സൗമ്യത എന്ന് പറയുന്നത് എന്താണ്? പ്രത്യാശിക്കുന്ന സ്നേഹമാണ് സൗമ്യത. പ്രത്യാശ എന്ന് പറയുന്നത് ക്രൈസ്തവൻ്റെ പ്രത്യാശ എന്താണ്? എന്തെങ്കിലും കൂടി ചിലവായാൽ അവൻ തിരിച്ചു വരുമ്പോൾ തരുമെന്ന് പറയുന്ന കർത്താവിൻ്റെ വചനത്തിൽ യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ പ്രത്യാശ. കർത്താവിന് അതുകൊണ്ടാണ് കർത്താവിന് നാമത്തിൻ്റെ പ്രസക്തി. കർത്താവിന് നാമം എനിക്കിപ്പോൾ ക്ഷമിക്കാനുള്ള എൻ്റെ നാട്ടിനോടാകാം, എൻ്റെ അയൽവാസിയോടാകാം, അല്ലെങ്കിൽ എൻ്റെ ക്ഷമ എൻ്റെ ജോലി കളഞ്ഞ ആളോടാകാം, എൻ്റെ കല്യാണം മുടക്കിയ ആളോടാകാം, എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന തടസ്സം നിൽക്കുന്ന വ്യക്തികളോടാകാം. എനിവേ
കണ്ടീഷണൽ വ്യവസ്ഥയില്ലാതെ യേശുക്രിസ്തു നാമത്തിൽ നീ വിട്ടുകൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും? നിനക്ക് കർത്താവ് കൂടെ ഉണ്ടാവും. കർത്താവിനെ നേടാനും കർത്താവിനെ സ്വീകരിക്കാനും കർത്താവിനെ ആഗ്രഹിക്കാനും കർത്താവിനെ അഭിഷേകം പ്രാപിക്കാനും വേണ്ടി ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതിയാണ് നിൻ്റെ സഹന സാഹചര്യങ്ങൾ. ആ സഹന സാഹചര്യങ്ങളിൽ നീ ക്ഷമയോ സൗമ്യതയോ നീ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, നിൻ്റെ സൗമ്യത എന്ന് പറയുന്നത് ക്ഷമയും സഹനവുമാണ്. സ്നേഹവും സഹനവുമാണ് ക്ഷമയെങ്കിൽ, ക്ഷമയും പ്രത്യാശയുമാണ് സൗമ്യതയെങ്കിൽ. സൗമ്യത പരിശുദ്ധാത്മാ വരദാനങ്ങളാണെങ്കിൽ ആ സൗമ്യത കൃപയായി, ആ സൗമ്യത വഴി കൃപയായി നിൻ്റെ ആത്മാവിൽ നിറയുന്ന അനുസരിച്ച് കൊണ്ട് നിൻ്റെ ആത്മാവ് ബ്ലസ്. അതായത് നമ്മൾ കൂദാശകൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, എന്താണ് കൂദാശ? നമ്മുടെ ആത്മാവുകളെ പുണ്യപൂർണ്ണമാക്കുന്നതിന് വേണ്ടി, കാണപ്പെടാത്ത ദൈവത്തിന് വരപ്രസാദം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഈശോ മിശിഹാ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂദാശയെങ്കിൽ എൻ്റെ ദൈവവേദന പള്ളിയിൽ നടക്കുന്ന കൂദാശകൾക്ക് സമാന്തരമായി കുടുംബത്തിൽ നടക്കുന്ന ഓരോ സഹനങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ്റെ കുരിശിനെ പ്രതി ഏറ്റെടുക്കുമ്പോൾ, അത് ക്ഷമയായി സൗമ്യത ഏറ്റെടുക്കുമ്പോൾ, അതെല്ലാം കാണപ്പെടാത്ത ദൈവത്തിന് വരപ്രസാദമായി നിൻ്റെ ആത്മാവിനെ പുണ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഹെബ്രായർ 11:35 മെച്ചപ്പെട്ട പുനരുദ്ധാനം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യൻസ് 12:15-41 പറയുന്നത് എന്താ പറയുന്നത്? പുനരുദ്ധാനത്തിന് ശേഷം ആത്മാക്കൾ ഇങ്ങനെ ഇരിക്കും. സൂര്യന്മാരുണ്ട് ആകാശത്തിൽ, ചന്ദ്രന്മാരുണ്ട് ആകാശത്തിൽ, നക്ഷത്രങ്ങളുണ്ട് ആകാശത്തിൽ. എന്താ അർത്ഥം? എന്താ? മരിച്ചടക്കപ്പെടുന്ന മരിക്കുന്ന മനുഷ്യൻ്റെ ആത്മാക്കൾക്ക് 3 ചേഞ്ചാണ്. ചിലത് സൂര്യനെ പോലെ ഇരിക്കും, ചില ചന്ദ്രനെ പോലെ ഇരിക്കും. എന്താ വെച്ചാൽ സൂര്യനെ പോലെ ഇരിക്കുന്നത് അത്രയും തേജസ്സിൻ്റെ അളവാണ് പറയണത്. തേജസ്സിന് തമ്മിൽ വ്യത്യാസമുണ്ട്. 2 കൊരിന്ത്യൻസ് 15:41 തേജസ്സിന് തമ്മിൽ വ്യത്യാസമുണ്ട്. ആത്മാക്കൾ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ട് അവർക്ക് ലഭിക്കുന്ന ദൈവാനുഭവത്തിന് അറിവ്, ഏകസത്യദൈവമായി നിന്നെയും നീ യേശുക്കെടുത്ത യേശുക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവനെന്ന് 17:3 പറയണത് എന്താണ് കാരണം? 17:17 പറയുന്നത് എന്താണ് കാരണം? യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവനെന്ന് യോഹന്നാന്റെ 17:3 പറയുന്നത് എന്താണ്? അറിവാണ് ജീവൻ. അറിവാണ് ദൈവത്തെ അറിയാനുള്ള ഒരു ആത്മാവിൻ്റെ ക്ഷമതയാണ് കൃപ നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. കൃപ വർദ്ധിക്കുന്ന അനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് ദൈവത്തെ അറിയുമ്പോൾ അതിൽ സൂര്യകൃപയുണ്ട്, സൂര്യ തേജസ്സുണ്ട്, അതിൽ ചന്ദ്ര തേജസ്സുണ്ട്, അതിൽ നക്ഷത്രങ്ങളുടെ തേജസ്സുണ്ട്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ് വ്യത്യാസമുണ്ട്, കരിക്കട്ടുണ്ടെന്നാണ് കർത്താവിന്റെ വചനം പറഞ്ഞത്. അത് നരകമാണ്. എന്തിനാണ് കൃപ? മെച്ചപ്പെട്ട പുനരുദ്ധാനത്തിന് വേണ്ടി. മെച്ചപ്പെട്ട പുനരുദ്ധാനത്തിന് സൂര്യ തേജസ്സുണ്ട്, അത് ഗ്രേഡാണ്, A+. അതിന് ചന്ദ്ര തേജസ്സുണ്ട്, അത് A ആണ്. അതിന് നക്ഷത്ര തേജസ്സുണ്ട്, അത് B+ ആണ്. പിന്നെ CEO ഉണ്ടെന്ന്. നക്ഷത്രങ്ങൾ തമ്മിൽ. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുവേ, എങ്ങനെയും ജീവിക്കാം, ബാറ് നടത്താം, വെള്ളം അടിക്കാം, പെണ്ണ് പിടിക്കാം, കള്ളത്തരം കാണിക്കാം, കള്ളക്കണക്ക് എഴുതാം, അവസാനം അച്ഛനെ വിളിച്ച് കുമ്പസാരിച്ചാൽ മതിയല്ല. അഡ്ജസ്റ്റ്മെൻ്റ് നടക്കത്തില്ല സംഭവം. കാര്യം ഓരോ മനുഷ്യനും അപ്പോഴവൻ്റെ ഗ്രേഡ് നിശ്ചയിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും നിങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് മൊത്തം പറ്റിയിരിക്കണം എന്താണ്? ഇതെല്ലാം അവസാനം കൊണ്ടൊരു കുമ്പസാരത്തിലും ഒരു കുർബാന ഒടുക്കത്തിലും ഒടുങ്ങത്തില്ല സഹോദരങ്ങളെ, ഒടുങ്ങത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് കർത്താവിൻ്റെ വിശുദ്ധ രക്തമാണ് ഈ ഭൂമി വീണിട്ടുണ്ടെങ്കിൽ അവനെ അറിയാനുള്ള ബാധ്യത നമുക്ക് കിട്ടിയിട്ടുണ്ട്, അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ വചനം ജീവിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത അനുസരിച്ചിട്ട് എന്തുമാത്രം അർത്ഥവത്തായിട്ട് മീനിങ് ഫുൾ റെസ്പോണ്ട്, എന്തുമാത്രം അർത്ഥവത്തായിട്ട് അവൻ്റെ രക്ഷാകര സംഭവത്തോട് ജീവിതം കൊണ്ട് പ്രത്യുത്തരിക്കുന്നു. അതിന് ആനുപേക്ഷികമായിട്ടായിരിക്കും നമുക്ക് കൃപ ലഭിക്കുന്നത്. അതിന് ആനുപേക്ഷികമായിട്ട് നമ്മൾ സൂര്യകൃപ, ചന്ദ്രകൃപ, നക്ഷത്രകൃപ, അതെല്ലാം ദൈവത്തെ അറിയാനുള്ള ആത്മാവിൻ്റെ കഴിവിനെ ആശ്രയിക്കുക. അതിനാണ് അറിവാണ് സന്തോഷം, അറിവാണ് ആനന്ദം, അതാണ് നിത്യജീവൻ. അതിനെ മെച്ചപ്പെട്ട പുനരുദ്ധാനം എന്ന് പറയുന്നത് ഒന്നും നഷ്ടപ്പെടത്തില്ല. നീ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന യോഹന്നാൻ 8:32 പറയുന്നുണ്ട്. ഇതാണ് കൃപയുടെ സത്യം, ഇതാണ് ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ സത്യം. ഇതനുസരിച്ച് കൊണ്ട് കർത്താവിന് വേണ്ടി ഓരോ സഹനങ്ങളെയും ഓരോ കുരിശിനെ ഞാൻ കൃപയാക്കും. കർത്താവിന് വേണ്ടി കർത്താവിന് നാമത്തെ ഏറ്റെടുത്തുകൊണ്ട് ഓരോ പ്രശ്നങ്ങളും ഞാൻ പ്രസാദകരമാക്കും. എൻ്റെ ആത്മാവിനെ പുണ്യപ്പെടുത്തും. ഞാൻ നിത്യതയിൽ സൂര്യനെ പോലെ ശോഭിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. അന്ത്യകാലത്തിൽ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപാഭിഷേക ആരാധന ആരംഭിക്കുന്നു. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ മുഹൂർത്തത്തിലേക്ക് എത്തിയത്. അച്ഛനിലൂടെ ദൈവശക്തിയായി പറഞ്ഞ കൃപ ഇപ്പോഴും അഭിഷേകമായി നിങ്ങളിലേക്ക് വരുന്ന ആരാധനയാണ്.